Good morning. Opening hours with മൈഫിന്റെ ഒരു പുതിയ സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ ഒപ്പമുള്ളത് അനിലയാണ്. അനില, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ജാസ്മിൻ. യെസ്, ഇന്ന് ഒരു പേഴ്സണൽ എമർജൻസി കാരണം നമ്മുടെ സൂരജ് സാറിന് എത്താൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് തന്നെ ആദ്യം കിടക്കാം. അനില, നമ്മൾ US മാർക്കറ്റിന്റെ ഒരു ഹാൻഡ് ഓവർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മിക്സഡ് ആയിട്ടുള്ള വ്യൂ ആയിരുന്നു നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഫ്ലാറ്റ് ആയിട്ടായിരുന്നു ഡൗ ജോൺസിന്റെ ഒരു വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. മറ്റ് പ്രധാനപ്പെട്ട സൂചികകളായിട്ടുള്ള നാസ്ഡക്കും S&P 500ഉം ഒരു നേരിയ നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇന്ന് നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം ഒരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് ടോണിലേക്കുള്ള വ്യാപാരമാണ് ആദ്യ മിനിറ്റുകളിൽ കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്, ലോകം വാച്ച് ചെയ്തിരിക്കുന്നത് US ചൈന വ്യാപാര ചർച്ചകളുടെ ഒരു പുരോഗതി തന്നെയാണ്. തീർച്ചയായിട്ടും ആ ഒരു ചർച്ച രണ്ടാം നാളിലേക്ക് കടക്കുകയാണ്. വലിയ പ്രതീക്ഷകളാണ് പല സ്ഥലത്തുമുള്ളത്. തീർച്ചയായിട്ടും ആ ഒരു ചർച്ചകൾ വളരെ പോസിറ്റീവായിട്ട് മാറട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും ഈ ഒരു ചർച്ചയുടെ കാര്യങ്ങളിലേക്ക് പോകുന്ന സമയത്ത് ഇതൊരു സ്വാഭാവികമായിട്ടും ഒരു ഡീലാണല്ലോ. ഒരു പാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ള ഒരു സാധനമുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഈ റെയർ എർത്ത് മെറ്റീരിയലിന്റെ കാര്യത്തിൽ മാത്രമാണ് നമുക്ക് അവിടെ ഒരു തീർച്ചയായിട്ടും ഒരു നാച്ചുറലി ചൈനയ്ക്കുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതെ, ഒരു റെയർ എർത്ത് മെറ്റീരിയലുകളുടെ ഒരു കലവറയാണ് ചൈന എന്ന് നമുക്ക് പറയാം. തീർച്ചയായിട്ടും ആ ഒരു കാര്യത്തിന്മേൽ ഒരു തീരുമാനം ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്കയുടെ എസ്പെഷ്യലി ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്ത് നിന്നും ഈ റെസിപ്രോക്കൽ താരിഫിന്റെ കാര്യത്തിലും ഒരു അയവ് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ചൈനയെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പിടിവള്ളിയാണ്. കാരണം ആ ഒരു ഒറ്റ കേസിൽ ആ ഒരു റെയർ എർത്ത് മിനറൽസിനുണ്ടായ റിസോഴ്സസിൽ മാത്രമാണ് US ഒരുപക്ഷെ ഒരു അല്പമെങ്കിലും മുട്ടുമടക്കേണ്ടി വരുന്നത് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. മറ്റൊരു രാജ്യങ്ങളുടെ മേലും ഇത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള റിലാക്സേഷൻ തയ്യാറാകാത്ത ട്രംപാണ് ഇന്നിപ്പോൾ. കാരണം ഇനി മുന്നോട്ടേക്ക് അമേരിക്കയ്ക്ക് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ പോലും ഈ ഒരു റെയർ എർത്ത് മിനറൽസ് കൊണ്ടുവന്ന നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ മറ്റു ടെക്നോളജീസ് ഒന്നും തന്നെ അഡ്വാൻസ് ചെയ്യാത്ത സാഹചര്യത്തിൽ ആ ഒരു റിസോഴ്സസ് യൂസ് ചെയ്ത് മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരുപക്ഷെ കഴിഞ്ഞൊരു 3 മാസമായിട്ടൊരു വലിയൊരു ഡ്രാമ തന്നെയാണ് ട്രംപും ചൈനയും ഷി ജിൻപിങ്ങും ചേർന്ന് നടത്തിയതെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നത്. കാരണം മറ്റു രാജ്യങ്ങൾ, ഇപ്പോൾ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളൊക്കെ പറയുമ്പോഴേക്കും വളരെ റിലാക്സ്ഡ് ആയിട്ട് അല്ലെങ്കിൽ എന്താണ് വളരെ യുനാനിമസ് ആയിട്ട് വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ട് ട്രംപിന്റെ ആ ഒരു തീരുമാനത്തെ അംഗീകരിച്ചപ്പോൾ വളരെ ശക്തമായിട്ട് വളരെ കണിശമായിട്ട് നിഷേധിച്ച ഒരു രാജ്യമായിരുന്നു ചൈന. കാരണം അവിടെ ഒരു ഈ പറയുന്ന പോലെ ഒരു സ്വാഭാവികമായിട്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള എന്തെങ്കിലും ഒരു ധാരണ വേണമല്ലോ. ഞങ്ങൾക്ക് ഇതൊക്കെ ഉണ്ട് പിടിച്ചു നിൽക്കാൻ, അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾ മുട്ടുമടക്കേണ്ടി വരും എന്നുള്ള ഒരു നിലയിലേക്കാണ് ഷി ജിൻപിങ്ങിന്റെ ഭാഗത്തു നിന്നുള്ള നാളിതുവരെയുള്ള ഒരു നടപടികൾ പോയിരിക്കുന്നത് എന്ന് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അനില, നമുക്ക് ഇതിന്റെ മറ്റൊരു ആസ്പെക്ട് പരിശോധിക്കാം. നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, ലോകത്തിലെ ഏറ്റവും വലിയ ഒരു സമ്പദ് വ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്ന 2 രാജ്യങ്ങൾ, എസ്പെഷ്യലി അമേരിക്കയും ചൈനയും. അതിൽ ചൈനയുടെ കാര്യത്തിൽ ഈ ഒരു റെയർ എർത്ത് മെറ്റീരിയൽ എന്ന് പറയുന്ന ആ ഒരു ഫാക്ടർ ഒന്ന് മാറ്റി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് വരുന്ന കണക്കുകളിലേക്ക് വരുമ്പോൾ എസ്പെഷ്യലി ഇൻഫ്ലേഷൻ, അതോടൊപ്പം തന്നെ PPI കണക്കുകളൊക്കെ തന്നെ അത്ര ഭേദപ്പെട്ടതായിരുന്നില്ല എന്ന് വേണം പറയാനായിട്ട്. സോ ഇനി അമേരിക്കയിലേക്കുള്ള കഴിഞ്ഞ മാസത്തെ US ചൈനയുടെ ഒരു കയറ്റുമതി എക്സ്പോർട്ട് പരിശോധിക്കുകയാണെങ്കിലും 34.5% ഇടിവാണ് വന്നിരിക്കുന്നത്. ഈ ഒരു റെസിപ്രോക്കൽ താരിഫിന്റെ ഒരു പശ്ചാത്തലത്തിലുള്ള ഒരു കണക്കുകളാണിത്. കഴിഞ്ഞ 5 വർഷത്തെ എസ്പെഷ്യലി കോവിഡിന് ശേഷമുള്ള ഏറ്റവും വലിയ ഇടിവാണ് ഇത് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇനി US-ൽ നിന്നുള്ള ഇറക്കുമതി പരിശോധിച്ചാലും 18% കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. എക്സ്പോർട്ടും അതോടൊപ്പം തന്നെ ഇമ്പോർട്ടിലും കാര്യമായിട്ടുള്ള ഒരു കുറവ് ചൈന രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രധാനമായിട്ടും വരുന്ന ഇൻഫ്ലേഷൻ, PPI കണക്കുകളിലൊക്കെ തന്നെ ചൈനയ്ക്ക് തിരിച്ചടി രേഖപ്പെടുത്തുന്നു. സോ ഈ ഒരു വലിയ തീരുമാനം, ഈ ഒരു റെസിപ്രോക്കൽ താരിഫ് എന്നുള്ള തീരുമാനം ആഗോള സമ്പദ് വ്യവസ്ഥയിലുള്ള ഒരു സംഘർഷങ്ങൾക്ക് ഒരു അയവ് വരുത്തിയേക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സ്വാഭാവികമായിട്ടും ചൈനയും അമേരിക്കയും, ഇരു രാജ്യങ്ങളും ഇരു സാമ്പത്തിക ശക്തികളും എത്തരത്തിലായിരിക്കും ഈ ഒരു ഡീലിന്റെ ഈ ഒരു ചർച്ചകളുടെ പുരോഗതി ഇനി മുന്നോട്ട് കൊണ്ടുപോവുക, അതിലൊരു അയവ് വന്നാൽ മാത്രമേ ലോക രാജ്യങ്ങൾക്കും അതിലൊരു പ്രതീക്ഷയുള്ളൂ. എസ്പെഷ്യലി പ്രധാനപ്പെട്ട മാർക്കറ്റിലും ആ ഒരു റിഫ്ലക്ഷൻസ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടാകുന്ന ചർച്ചകളുടെ പുരോഗതിയായിരിക്കും ഇനി തീർച്ചയായിട്ടും മാർക്കറ്റുകളുടെ ഗതി നിയന്ത്രിക്കുക എന്നുള്ള ഒരു അനുമാനത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാം, അല്ലേ? അതിനോടൊപ്പം തന്നെ ചൈനയും അതിനോടൊപ്പം തന്നെ US-ഉം ഒരു സൈഡിൽ നിൽക്കുമ്പോൾ തന്നെ ചൈനയുടെ ഈ ഒരു നടപടി ശരിക്കും US-നോട് മാത്രമല്ല, ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളോടും ഈ ഒരു മൊണോപ്പൊളി പവർ യൂസ് ചെയ്യാനായിട്ട് ചൈന തുടർച്ചയായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ലേറ്റസ്റ്റ് അപ്ഡേഷനായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇന്ത്യയുമായിട്ട്, അതായത് ഏപ്രിൽ 4 മുതലുള്ള കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യയിലേക്ക് റെയർ എർത്ത് മിനറൽസ് ഇമ്പോർട്ട് ചെയ്യുന്നത് കുറച്ച് വരികയാണ്. കാരണം പ്രത്യേകിച്ചും റെയർ എർത്ത് മിനറൽസിനെ സംബന്ധിച്ച് പറയുമ്പോഴേക്കും ഇന്ത്യയെ സംബന്ധിച്ചിട്ട് ഈ ഒരു സെമി കണ്ടക്ടർ എന്നൊരു
മേഖല എന്നതിനേക്കാൾ ഉപരി പല ഓട്ടോ കമ്പനികളുടെ പ്രൊഡക്ഷനെ പോലും വളരെയധികം നെഗറ്റീവായിട്ട് ബാധിക്കുന്നു എന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ. കാരണം ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഈ ഒരു ഇമ്പോർട്ട് ചെയ്യാനുള്ള അനുമതി തേടിയ ഇന്ത്യൻ കോർപ്പറേറ്റിന്റെ ആപ്ലിക്കേഷൻ കൂടി തള്ളിയതായിട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഓട്ടോ മേഖല ഇന്ത്യയുടെ ഒരു ഡെവലപ്മെന്റ് ഒരു ട്രിഗറിംഗ് പോയിന്റ് എന്ന് പറയാവുന്ന ഒരു സെക്ടറാണ്. വളരെ വിത്തിൻ വീക്സ് തന്നെ ഈ ഒരു നടപടി ചൈന മുന്നോട്ടേക്ക് കൊണ്ടുപോവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഇന്ത്യയുടെ ഓട്ടോ വ്യവസായത്തെ വലിയ തോതിൽ നെഗറ്റീവായിട്ട് ബാധിക്കും. പ്ലസ് ഇനി ഇന്ത്യ ഇപ്പോൾ നേരത്തെ നമ്മളുടെ കഴിഞ്ഞ ഒരു എപ്പിസോഡിലൊക്കെ സൂരജ് സാർ സൂചിപ്പിച്ചതുപോലെ ഒരു സെമി കണ്ടക്ടറിന്റെ ഒരു സപ്ലൈ ചെയിനിലേക്ക് ഇന്ത്യ കടക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയാണ്. ഈ ഒരു ചൈനയുടെ നടപടി ശരിക്കും ഇന്ത്യയെ സംബന്ധിച്ചിട്ട് നമുക്ക് രണ്ട് തരത്തിൽ വ്യാഖ്യാനിക്കും. ഒന്നുകിൽ ഈ US സൂചിപ്പിച്ചതുപോലെ ഒരു മുട്ടുമടക്കൽ, അല്ലെങ്കിൽ അതിനൊരു വേക്കപ്പ് കോൾ ആയിട്ട് വേണമെങ്കിൽ പരിഗണിക്കാം. കാരണം പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കാം. കാരണം നെസസിറ്റി ഈസ് എ മദർ ഓഫ് ഇൻവെൻഷൻ എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു പക്ഷേ പുതിയ ടെക്നോളജിക്കൽ അഡ്വാൻസ്, കാരണം AI കേസ് വന്നപ്പം ചൈനയിൽ നിന്ന് അതിന്റെ വളരെ 10% മാത്രം കോസ്റ്റിൽ പുതിയൊരു AI ഡിവൈസ് അല്ലെങ്കിൽ AI ഒരു പ്ലാറ്റ്ഫോം കൊണ്ടുവന്നതാണ് ചൈന. അതുപോലൊരു സാധ്യത ഇന്ത്യക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. വളരെ അതായത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വളരെ പോസിറ്റീവായിട്ട് വന്നിരിക്കുന്ന ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് സെസ്, അതായത് സ്പെഷ്യൽ ഇക്കണോമിക് സോണിൽ സെമി കണ്ടക്ടർ മേഖലയിലേക്ക് വരുന്ന, പ്രത്യേകിച്ചും ഇലക്ട്രോണിക് സെമി കണ്ടക്ടർ മേഖലകളിലേക്ക് വരുമ്പോൾ ധാരാളം ഇളവുകൾ കൊണ്ടുള്ള ഒരു ഉത്തരവ് പരിഷ്കരിച്ച് പുറത്തിറക്കിയിരിക്കുകയാണ്. ജൂൺ 3 എനിക്ക് തോന്നുന്ന ഒരു ഉത്തരവ് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് കൂടി നമുക്കൊന്ന് വളരെ പെട്ടെന്ന് പരിശോധിച്ച് നോക്കാം. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിട്ട് ഈ ഒരു കാരണം ഇനിയും ചൈനയ്ക്ക് മേൽ, കാരണം US-നെ സംബന്ധിച്ച് US-ഉമായിട്ടൊരു ബോർഡർ ഇഷ്യൂ ചൈനയ്ക്കില്ല. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് അങ്ങനെയല്ല. കാരണം ഒരു ബോർഡർ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ചൈന ആദ്യം ആവശ്യപ്പെടുക അരുണാചൽ പ്രദേശിനെ തന്നെ ആയിരിക്കണം. ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ഇന്ത്യയിൽ ഒരു വേക്കപ്പ് കോളിന് തയ്യാറായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു സ്പെഷ്യൽ എക്കണോമിക് സോൺ, പ്രത്യേകിച്ചും ഈ ഒരു ഇലക്ട്രോണിക്സും അതിനോടൊപ്പം തന്നെ സെമി കണ്ടക്ടർ മേഖലയുടെയും ഘടകങ്ങളുടെ ഫാക്ടേഴ്സിന്റെ പ്രൊഡക്ഷൻ ആയിട്ടുള്ള ഈ ഒരു യൂണിറ്റ്സിന് കൊണ്ടുവരുന്നതിന് ധാരാളം ഇളവുകളാണ്, ഭേദഗതികൾ കൊണ്ടുവരാനായിട്ട് കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടുണ്ട്. നമുക്കറിയാം ഈ ഒരു സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്ന് പറയുന്നത് പൊതുവേ ഈ ഒരു ട്രേഡിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാനായിട്ടാണ്. ഏതായാലും അതിൻ്റെ ആ ഒരു പുതിയൊരു ഓർഡർ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പക്ഷേ വലിയ തോതിൽ ഇന്ത്യയിലേക്ക് നിക്ഷേപം എത്തത്തക്ക വിധത്തിലുള്ള അനുമതികൾ അല്ലെങ്കിൽ ഇളവുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഇതിനു മുമ്പ് ഒരു യൂണിറ്റ് സ്ഥാപിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പെഷ്യൽ എക്കണോമിക് സോണിൽ 50 ഹെക്ടർ ഭൂമിയായിരുന്നു ഒരു നെസസിറ്റി ആയിട്ട് പറഞ്ഞിരുന്നത്. ഇപ്പോൾ അത് നേരെ വെട്ടിച്ചുരുക്കി വെറും 10 ഹെക്ടേഴ്സ് ആയിട്ടാണ് മാറ്റി നിർത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ ഒരു സെമി കണ്ടക്ടറും അതിനോടൊപ്പം തന്നെ ഇലക്ട്രോണിക് കമ്പോണൻസും ഉൽപ്പാദിപ്പിക്കുന്ന യൂണിറ്റുകൾക്കാണ് അത്തരത്തിലൊരു ഇളവ് ലഭിക്കുക എന്നാണ് ഈ ഒരു പുതിയ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇത് പ്രധാനമായിട്ടും ഈ ഒരു ഭൂമിയുടെ, ഇന്ത്യയെ സംബന്ധിച്ച് ഒരു ഭൂമി ഒരു ഇളവ് വരിക എന്ന് പറയുന്നത് തന്നെ വലിയ തോതിൽ ഈ ഒരു ട്രേഡിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ഈ ഒരു മേഖലയിലേക്ക് കൂടുതൽ കമ്പനികൾ, അതിപ്പോൾ സ്റ്റാർട്ടപ്പ് ആണ്, ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടൊരു മേഖല കൂടിയാണ്, പുതിയ കമ്പനികൾ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നതിന് ഈ ഒരു ഇളവ് സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഹൈ ടെക്നോളജി മാനുഫാക്ചറിങ്, അതായത് കുറഞ്ഞ സ്പേസ് യൂസ് ചെയ്തുകൊണ്ട് പുതിയ ടെക്നോളജീസ് യൂസ് ചെയ്തുകൊണ്ട് നിർമ്മാണം നടത്താനായിട്ട് കമ്പനികളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പ്ലസ് അതിനോടൊപ്പം തന്നെ സ്റ്റാർട്ടപ്സ് അടക്കം, അതായത് ഈ ഒരു 10 ഹെക്ടർ എന്ന് പറയുന്ന ഒരു പക്ഷേ ഒരു സ്റ്റാർട്ടപ്പിനോ അല്ലെങ്കിൽ ചെറിയ കമ്പനികൾക്കോ അഫോർഡ് ചെയ്യാൻ തരത്തിലുള്ള ഒരു തീരുമാനമായിരിക്കും, അത്തരത്തിലുള്ള അനുകൂലമായ ഒരു തീരുമാനമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. അങ്ങനെ പരിശോധിക്കുമ്പോഴേക്കും ഈ ഒരു റൂള് വലിയ തോതിലൊരു മാറ്റം കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി അതിനോടൊപ്പം തന്നെ അതിൻ്റെ അടുത്തൊരു അമെൻമെൻ്റ് എന്ന് പറയുന്നത് എൻകംബറൻസ് ഫീ എന്ന് പറയുന്നത് ഒരു പക്ഷേ ഫുള്ളി ഏകദേശം ഒഴിവാക്കിയ ഒരു സ്ഥിതിയാണ് കാണാൻ സാധിക്കുന്നത്. ഇനി കൂടുതലായിട്ട് ഈ മേഖലയിലേക്ക്, അതായത് വളരെ ഒരു പക്ഷേ ഈ ഒരു ഫീസിൻ്റെയൊക്കെ ഒരു ഉയർന്ന തോതിലുള്ള ഫീസൊക്കെ വലിയ തോതിൽ മേഖലയെ നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഇതും പ്രോത്സാഹിപ്പിക്കാൻ, ഈ മേഖലയെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു അനുകൂല നടപടിയായിട്ടാണ് കാണുന്നത്. ഇനി അതിനോടൊപ്പം തന്നെ നെറ്റ് ഫോറിൻ എക്സ്ചേഞ്ച് കാൽക്കുലേഷൻ, അതായത് ഇപ്പോൾ അത് കസ്റ്റം വാല്യുവേഷൻ നോം അനുസരിച്ചിട്ടായിരിക്കും ഈ ഒരു നെറ്റ് ഫോറിൻ എക്സ്ചേഞ്ച് കാൽക്കുലേഷൻ നടത്തുക എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും ഈ ഒരു സെസ്സിനെ സംബന്ധിച്ച്, കാരണം ഈ ഒരു ഫീ എന്ന് പറയുന്നത് ഒരു പക്ഷേ സ്പെഷ്യൽ എക്കണോമിക് സോൺ ആയതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാക്കത്തക്ക വിധത്തിലുള്ള കാൽക്കുലേഷൻസ് അല്ല ഉണ്ടാവുക. ധാരാളം കോംപ്ലിക്കേഷൻസ്, ഒരു മൾട്ടിപ്പിൾ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉള്ളൊരു മേഖല കൂടിയാണ്. അത് കുറച്ചും കൂടെ ട്രാൻസ്പെറൻ്റ് ആക്കാനായിട്ടാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് നീങ്ങിയിരിക്കുന്നതെന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇനി അതിനോടൊപ്പം തന്നെ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫാക്ടർ അല്ലെങ്കിൽ ഒരു ഭേദഗതി എന്ന് പറയുന്നത് ഈ ഒരു ഡൊമസ്റ്റിക് മാർക്കറ്റിലേക്ക് കൂടി
സെസ് യൂണിറ്റ്സിന് വിൽക്കാനുള്ള ഒരു അനുമതിയാണ്. കാരണം ഇന്ത്യയെ സംബന്ധിച്ച് എല്ലാ കാലവും ഇന്ത്യയിലെ വ്യവസായങ്ങളെ അതിൻ്റെ ബേബീസ് ആയിട്ട് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കും, പലതരത്തിലുള്ള താരിഫ് വഴിയൊക്കെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പരിശോധിക്കുമ്പോൾ അത് കുറച്ചും കൂടെ ഓപ്പൺ അപ്പ് ആക്കാനായിട്ട് പുറത്തു നിന്നുള്ള കമ്പനികൾക്ക് ഇന്ത്യയിലേക്ക് വരികയും അവിടെ ഈ ഒരു സെസ്സിൽ അവരുടെ യൂണിറ്റ് സ്ഥാപിച്ചുകൊണ്ട് ഡൊമസ്റ്റിക് തലത്തിൽ തന്നെ, അതായത് ഇന്ത്യയിൽ തന്നെ വിൽക്കാനുള്ള അനുമതി കൂടി നൽകിയിരിക്കുന്നതാണ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും ആഭ്യന്തര തലത്തിലൊരു സപ്ലൈ ചെയിനെ കാര്യമായ തോതിൽ അത് വർദ്ധിപ്പിക്കും, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അത് ഫെസിലിറ്റേറ്റ് ചെയ്യും എന്ന് തന്നെ നമുക്ക് പറയാം. ഇനി അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ കൂടെ ആഡ് ഓൺ പറയാൻ സാധിക്കുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഈ ഒരു മേഖലയിലേക്ക് വന്നിരിക്കുന്ന പുതിയ 2 പ്രൊജക്റ്റുകൾക്ക് അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം സെമി കണ്ടക്ടർ മേഖലയെ സംബന്ധിച്ച് സൂരജ് സാറിൻ്റെ സെഷനിൽ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്നാലും അതൊന്നുകൂടി ഒന്ന് മെൻഷൻ ചെയ്യാണ്. ഗുജറാത്തിൽ ഏകദേശം 13,000 കോടി രൂപയുടെ ഒരു പുതിയ ഇൻവെസ്റ്റ്മെന്റ് മൈക്രോണിന്റെ സെമി കണ്ടക്ടർ ടെക്നോളജിയുടെ പ്രൊജക്റ്റിനാണ് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത്. വളരെയധികം നാളുകളായിട്ട് ഡിസ്കഷൻ നടന്നു വരികയാണ്. ധാരാളം കോൺട്രവേഴ്സീസ് വരുന്നുണ്ടായിരുന്നു. വേദാന്ത അടക്കം ഇതിൻ്റെയൊക്കെ ഒരു പാർട്ടായിരുന്നു. അവിടെ നിന്നൊക്കെ ഒരു അനുമതി, ഒരു ഒഫീഷ്യൽ റെക്കഗ്നിഷനിലേക്ക് മൈക്രോണിന്റെ പദ്ധതി ഗുജറാത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി അതിനോടൊപ്പം തന്നെ കർണാടകയിലും ഏകദേശം 100 കോടി രൂപയുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് എത്തിയിരിക്കുന്നത്. അക്വിസ് ഗ്രൂപ്പിന്റെ ഹബ്ലി ഡ്യൂറബിൾ ഗുഡ്സ് ക്ലസ്റ്റർ എന്നൊരു പുതിയ പ്രൊജക്റ്റിനാണ് ഇപ്പോൾ അനുമതി ലഭ്യമായിരിക്കുന്നത്. ഇതും ഇലക്ട്രോണിക് കമ്പോണൻസ്, അതായത് ഗുജറാത്തിലുള്ളത് സെമി കണ്ടക്ടർ കമ്പോണൻസിലുള്ള യൂണിറ്റ് ആണെങ്കിൽ കർണാടകയിലേക്ക് എത്തുമ്പോൾ അത് ഇലക്ട്രോണിക് കമ്പോണൻസിലുള്ള ഈ ഒരു സെമി കണ്ടക്ടറിന് ആവശ്യമായിട്ടുള്ള ഫാക്ടേഴ്സ് നിർമ്മിക്കുന്ന യൂണിറ്റിനാണ് അനുമതി നൽകിയത്. ചുരുക്കത്തിൽ ഇന്ത്യയും കച്ചകെട്ടി തന്നെ ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ചൈനയ്ക്ക് മുന്നിൽ മുട്ടുമടക്കില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഏതായാലും അതിനോടൊപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ഒരു സെമി കണ്ടക്ടർ മേഖലയെ സംബന്ധിച്ചിട്ട് ചില പിക്സ് സൂരജ് സാർ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ നമുക്ക് ഈ ഒരു പശ്ചാത്തലത്തിൽ ആ ഒരു കമ്പനികളുടെ ഒരു പെർഫോമൻസ് കൂടി ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം പക്ഷേ ഒരുമാതിരിപ്പെട്ട എല്ലാ ഓഹരികളിലും ആ ഒരു നേട്ടം കാണാൻ സാധിക്കുന്നുണ്ട്. എസ്പെഷ്യലി വേദാന്ത 1% കൂടുതൽ നേട്ടം രേഖപ്പെടുത്തുന്നു. അനില സൂചിപ്പിച്ചതുപോലെ തന്നെ ടാറ്റ എലക്സി ഈ ഒരു വാല്യൂ ചെയിന്റെ ഭാഗമായിട്ടുള്ള ടാറ്റ എലക്സിയെ സംബന്ധിച്ചിടത്തോളം 1.39% ഒരു നേട്ടമാണ് രേഖപ്പെടുത്തുന്നത്. അതോടൊപ്പം തന്നെ SRF, നവീൻ ഫ്ലൂറൈൻ, വിയറ്റെക്, വബാഗ്, കാസ്ട്രോൾ ഇന്ത്യ തുടങ്ങിയ പ്രധാനപ്പെട്ട ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളുടെ ഓഹരികളിലും നമുക്ക് ആ ഒരു മുന്നേറ്റം ഇന്നത്തെ ഈ ഒരു അപ്ഡേഷനോട് കൂടി കാണാൻ സാധിക്കുന്നുണ്ട്. എസ്പെഷ്യലി സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് നിർമ്മാണത്തിനുള്ള സെസ് നിയമങ്ങളിലുള്ള ഒരു റിലാക്സേഷൻ ആണ് ഇന്ന് ഈ ഒരു ഓഹരികൾക്ക് അനില സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു മുന്നേറ്റത്തിനുള്ള സാധ്യത തെളിയിച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയാം. മറ്റ് പ്രധാനപ്പെട്ട സ്റ്റോക്കിലേക്ക് വരുന്ന സമയത്ത് കെയ്ൻസ് ടെക്നോളജി ഒരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് നോട്ടിലാണ് ട്രേഡ് ചെയ്യുന്നത്. എസ്പെഷ്യലി ഡിക്സൺ ടെക്നോളജി ഒരു പോസിറ്റീവ് നോട്ടിലേക്ക് ട്രേഡിംഗ് മാറുന്നുണ്ട്. HCL ടെക് 1% നേട്ടം രേഖപ്പെടുത്തുന്നു. CG പവർ ആൻഡ് ഇൻഡസ്ട്രിയൽ സൊല്യൂഷൻസ് ഫ്ലാറ്റ് ടു പോസിറ്റീവ് നോട്ടിലാണ് ട്രേഡ് ചെയ്യുന്നത്. അങ്ങനെ പ്രധാനപ്പെട്ട ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളുടെ സ്റ്റോക്കുകളിലൊക്കെ തന്നെ നമുക്കൊരു മുന്നേറ്റം കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ഇതിനു മുൻപും സെമി കണ്ടക്ടറിനെ കുറിച്ച് വിശദമായിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പ്രേക്ഷകർക്ക് അവരുടെ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളുടെ ഒരു വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏതായാലും ആ ഒരു എപ്പിസോഡ് വേണ്ടവർ സെമി കണ്ടക്ടർ എന്ന് പറയുന്ന ഒരു സെർച്ച് ചെയ്ത് തീർച്ചയായിട്ടും മൈഫിൻ്റെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ ആ ഒരു വീഡിയോ കാണാവുന്നതാണ്. ഇനി ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത് എസ്പെഷ്യലി മാർക്കറ്റിൻ്റെ ഒരു ടെക്നിക്കൽ ഔട്ട്ലുക്ക് ഒക്കെ തന്നെ നൽകാനായിട്ട് നമ്മുടെ ഇൻ ഹൗസ് എക്സ്പെർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സാർ ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് പ്രദീപ് സർ ആൻഡ് വെൽക്കം ടു ദി ഷോ. Morning Jasmine, morning viewers. സാർ, ഇന്നത്തെ മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് നോട്ടിലാണ് ട്രേഡ് ചെയ്യുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ മാർക്കറ്റിൻ്റെ ഒരു ഔട്ട്ലുക്ക് ചർച്ച ചെയ്തതാണ്. ഈ ഒരു സാധ്യതകൾ അല്ലെങ്കിൽ ഇനി മുന്നോട്ട് പ്രേക്ഷകർക്ക് ഏതെങ്കിലും സെക്ടേഴ്സ് പുതിയതായിട്ട് സാറ് സജസ്റ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഒരു രീതികൾ? ജാസ്മിൻ, നമ്മൾ മാർക്കറ്റ് സ്റ്റഡി ചെയ്യുമ്പോഴേക്കും ഓൾമോസ്റ്റ് എല്ലാ മേഖലയിലും നമുക്ക് ബുള്ളിഷ്നെസ് കാണുന്നത്. ഒരു മേജർ സെക്ടർ ഇതുവരെ നമുക്ക് ടേൺ റൗണ്ട് കാണാൻ സാധിക്കാതെ ഇറ്റ് ഈസ് ദ ടെക്നോളജി സെക്ടർ. ബട്ട് ടെക്നോളജി സെക്ടറിൽ ഇന്നും നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോഴേക്കും നമുക്ക് കാര്യമായിട്ടൊരു അപ്വേർഡ് ബൈയിങ് ഇൻട്രസ്റ്റ് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. സോ വി ഹാവ് ഗോട്ട് ടു വെയിറ്റ് ആൻഡ് വാച്ച് ഫോർ ടെക്നോളജി. ബട്ട് റിയാലിറ്റി സെക്ടർ, ബാങ്കിങ് സെക്ടർ, PSU ബാങ്കിങ് സെക്ടർ, ഇതിലൊക്കെ ബുള്ളിഷ്നെസ് തുടരുന്നുണ്ട്.
പ്രദീപ് സാർ, അതിനോടൊപ്പം തന്നെ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലേക്ക് ചില അപ്ഡേഷൻസ് കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഒരു പക്ഷേ കഴിഞ്ഞ ഒരു MBCക്ക് ശേഷം വളരെ മികച്ച ഒരു മുന്നേറ്റമാണ് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നലെ പരിശോധിക്കുകയാണെങ്കിൽ ഒരു ഹിസ്റ്റോറിക്കൽ വ്യൂ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ മൂവ്മെൻ്റ് ആയിരുന്നു കാണാൻ സാധിച്ചത്. 57,000 എന്നൊരു ലെവൽ മറികടന്നുകൊണ്ട് 57,049.5 എന്നൊരു നിലയിലേക്ക് ഉയരുന്നൊരു സ്ഥിതി കണ്ടിരുന്നു. ഇന്നിപ്പോൾ പരിശോധിക്കുമ്പോഴേക്കും ഹൈ ലെവൽസിൽ തുടക്കത്തിൽ 57,000 എന്നൊരു ലെവൽ മറികടന്നു എങ്കിൽ പോലും പിന്നീട് ഹൈ ലെവൽസിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നേരിടുകയും ആദ്യത്തെ ഒരു 30 മിനിറ്റ്സ് കഴിയുമ്പോഴേക്കും ഒരു കൺസോളിഡേറ്റഡ് മോഡിലേക്ക് പോകുന്ന ഒരു സ്ഥിതിയുമാണ് കാണുന്നത്. ബാങ്ക് നിഫ്റ്റിയിലുള്ള ഈ ഒരു ബുള്ളിഷ് മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യുമെന്ന് തന്നെയാണോ താങ്കൾ എക്സ്പെക്ട് ചെയ്യുന്നത്, അതോ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ഒരു നിയർ ടേമിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ? അല്ല, നമ്മൾ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് ഇന്നലെ ഓൾ ടൈം ഹൈ നൽകിയത്. അതിനുശേഷം നമുക്ക് കാര്യമായിട്ട് പുതിയ ബൈയിങ് ഇൻട്രസ്റ്റ് നിഫ്റ്റി ബാങ്കിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നും നമുക്ക് കാണാൻ സാധിക്കുന്ന നേരിയൊരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ട്. സോ പുതിയ ലോങ് പൊസിഷൻസ് ബാങ്കിങ് മേഖലയിൽ അറ്റ് ദിസ് ലെവൽ അവോയ്ഡ് ചെയ്യുക. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ എസ്പെഷ്യലി ട്രേഡിങ്ങിന് വേണ്ടി നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. പ്രദീപ് സാർ, അടുത്ത ഒരു സ്റ്റോക്ക് IRB ഇൻഫ്രാസ്ട്രക്ചർ ആണ്. ഇന്നിപ്പോൾ ഒരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് നോട്ടിലേക്ക് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മെയ് മാസത്തിൽ ടോൾ വരുമാനത്തിൽ 9% ഒരു വർധനവ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. IRB ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു സ്റ്റോക്കിനെ സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? സോ IRB ഇൻഫ്രാസ്ട്രക്ചർ ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് ഈ സ്റ്റോക്കിന്റെ കാര്യമായിട്ടൊരു ട്രേഡിംഗ് ലിക്വിഡിറ്റി ഈ സ്റ്റോക്കിന് കാണാൻ സാധിക്കുന്നില്ല. എങ്കിലും നമ്മൾ കഴിഞ്ഞ ഒരു 1.5 മാസത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും ഈ സ്റ്റോക്കിൽ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് വന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇന്നലത്തെ ആ ഒരു പോസിറ്റീവ് ക്ലോസിനെ തുടർന്ന് ഈ സ്റ്റോക്കിന്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ബട്ട് ഇതിൽ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്തത് ദിസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്, ഹൈ റിസ്ക് ഹൈ റിവാർഡ് ട്രേഡ് ആയിരിക്കും. ഈ സ്റ്റോക്കിന്റെ കറന്റ് ലെവൽസിൽ നിന്നും അടുത്തൊരു മേജർ റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്നത് 60 രൂപയിലാണ്. യെസ് സർ, അതിനോടൊപ്പം തന്നെ ജന സ്മോൾ ഫിനാൻസ് ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. കാരണം ഈ ഒരു കമ്പനിയെ സംബന്ധിച്ച് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് കമ്പനി ഒരു സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്നൊരു കാറ്റഗറിയിൽ നിന്നും യൂണിവേഴ്സൽ ബാങ്ക് ലൈസൻസിങ്ങിനായിട്ടുള്ള നടപടികളിലേക്ക് നീങ്ങുന്നു. RBIയോട് അനുമതി തേടിയിരിക്കുന്നതടക്കമുള്ള അപ്ഡേഷൻസ് എത്തിയിട്ടുണ്ട്. ഏതായാലും ഓഹരികളിലേക്ക് എത്തുകയാണെങ്കിൽ ഇന്നൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിലായിരുന്നു ആരംഭിച്ചത്. ഏകദേശം നിലവിൽ 3% ഒരു നേട്ടം നൽകാനായിട്ട് സാധിക്കുന്നുണ്ട്. തുടക്കത്തിലൊരു ഗ്യാപ്പ് അപ്പിലായിരുന്നു ആരംഭിച്ചതെങ്കിൽ പോലും ഹൈ ലെവൽസിൽ ഓഹരി ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നേരിടുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ, അതായത് ഒരു MPC മുതൽ ഇങ്ങോട്ടേക്ക് പരിശോധിക്കുമ്പോഴേക്കും നല്ലൊരു മുന്നേറ്റം ഈ ഓഹരികളിൽ നടന്നതായിട്ടാണ് കാണുന്നത്. ജന സ്മോൾ ഫിനാൻസ് ബാങ്കിലുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? ജന സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ കേസിൽ കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് ഗ്രാജുവലി നമുക്കൊരു ബൈയിങ് ഇൻട്രസ്റ്റ് ബിൽഡപ്പ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ഇന്നലത്തെ ഒരു കുതിപ്പിനെ തുടർന്ന് ലോങ് ടേം ട്രെൻഡ് ഹാസ് ഓൾസോ ടേൺഡ് ബുള്ളിഷ്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് ഇന്ന് അനിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ കാലത്ത് നമുക്കൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് ശേഷം പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. കറന്റ് ലെവൽസിലെ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. നമ്മൾ ലോങ് ടേമിന് വേണ്ടി ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ പൊസിഷൻ. പ്രദീപ് സാർ, ഇന്നിപ്പോൾ വിപ്രോയുടെ ഓഹരികളിലേക്ക് നോക്കിയാൽ ഒരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് നോട്ടിലുള്ള ട്രേഡിംഗ് ആണ് കാണാൻ സാധിക്കുന്നത്. വിപ്രോയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് പ്രൊമോട്ടർ സ്ഥാപനമായിട്ടുള്ള അസിം പ്രേംജി ട്രസ്റ്റ് ബ്ലോക്ക് ഡീൽ വഴി കമ്പനിയുടെ സ്റ്റേക്സ് സെയിൽ ചെയ്യുന്നു എന്നുള്ളതാണ്. ഏതാണ്ട് 5057 കോടി രൂപയുടെ ഓഹരികളാണ് വിൽക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വിപ്രോയെ സംബന്ധിച്ചിടത്തോളം പ്രൊമോട്ടറുടെ ഭാഗത്ത് നിന്ന് ഒരു സെയിൽ വന്നിരിക്കുന്നത്. കമ്പനിയുടെ ഒരു ചാർട്ട് നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് നിലവിൽ ട്രേഡ് ചെയ്യുന്നത് 253 രൂപ എന്നുള്ളൊരു നിലവാരത്തിലാണ്. 324 രൂപ എന്നുള്ള ഒരു ഹൈ ആയിരുന്നു ഈ വർഷം ആദ്യം സ്റ്റോക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് കാര്യമായിട്ടുള്ള ഒരു മൂവ്മെന്റ് നമുക്ക് കാണുന്നില്ല. ഈ ഒരു സ്റ്റോക്കിൽ നിലവിൽ ഒരു ടേൺ അറൗണ്ടിനുള്ള സാധ്യത എത്രത്തോളമാണ്? വിപ്രോ നമ്മളിപ്പോ ടെക് ഭീമന്മാരല്ലേ, അതായത് HCL ടെക്നോളജി, വിപ്രോ, ഇൻഫോസിസ്, TCS, ഈ 4 സ്റ്റോക്സിന്റെ ഒന്നിച്ച് നമ്മൾ സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ ഈ 4 സ്റ്റോക്സിലും ഏറ്റവും അണ്ടർ പെർഫോമൻസ് ആയിട്ട് നടക്കുന്നത് ഇറ്റ് ഈസ് വിപ്രോ ഇറ്റ് സെൽഫ്. ഇതിൽ പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ 3 സ്റ്റോക്സിലും നമുക്ക് ബെയറിഷ്നെസ്സേ കാണാൻ സാധിക്കുന്നുള്ളൂ. അതിൽ ഏറ്റവും അധികം ബെയറിഷ്നെസ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ഇറ്റ് ഈസ് വിപ്രോ. എങ്കിലും ഏപ്രിൽ മാസത്തിന് ശേഷം ഇതിൽ കാര്യമായിട്ട് സെല്ലിംഗ് പ്രഷർ ഇല്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം നമുക്ക് ബൈയിങ് ഇൻട്രസ്റ്റും കാണാൻ സാധിക്കുന്നില്ല. സോ അതിനെ തുടർന്ന് ലോങ് ടേം ട്രെൻഡ് ബെയറിഷായി തുടരുന്നു. ബട്ട് ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് ലോങ് ടേം ട്രെൻഡ് ഇസ് ബെയറിഷ്, ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്.
നമ്മൾ ടെക്നോളജി സ്പേസിൽ നമ്മളൊരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ലിസ്റ്റിൽ ഈ സ്റ്റോക്ക് അറ്റ് ദ മൊമെന്റ് ഇല്ല. എൻ്റെ ഫോക്കസ് മുഴുവൻ പെർസിസ്റ്റന്റ്, കൊഫോജ്, ഡിക്സൺ ടെക്നോളജി, നേരത്തെ അനിലയും ജാസ്മിനും സൂചിപ്പിച്ചിരുന്നു ടാറ്റ ഇലക്സിയെ കുറിച്ച്. സോ ടാറ്റ ഇലക്സി, തേജസ് നെറ്റ്വർക്ക്, ഇതിലൊക്കെ വീണ്ടും നമുക്ക് ബൈയിങ് ഇൻട്രസ്റ്റ് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. യെസ് സർ, ഇതിനോടൊപ്പം തന്നെ മറ്റൊരു സ്മോൾ ക്യാപ് സ്പേസുള്ള ഒരു ഓഹരിയെ സംബന്ധിച്ചിട്ടാണ് പ്രോട്ടിയാൻ ഇ ഗവേണൻസ് ടെക്നോളജീസ് ലിമിറ്റഡ് എന്നൊരു കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ ഓഹരിയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. കാരണം ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു റിപ്പോർട്ട് അനുസരിച്ചിട്ട് കമ്പനിക്ക് ഒരു 100 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചതായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസം പരിശോധിക്കുമ്പോഴേക്കും ഈ ഒരു പാൻ 2.0 സർവീസിൽ നിന്നും കമ്പനിക്ക് ആ ഒരു പാർട്ടിസിപ്പൻ്റ് ആകാൻ സാധിച്ചില്ല. ഒരുപക്ഷെ പാൻ സർവീസാണ് കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു വരുമാന മാർഗ്ഗം എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു 2.0യിലേക്ക് പാർട്ടിസിപ്പൻ്റ് ആകാൻ സാധിച്ചില്ല എന്നൊരു വാർത്തയെ തുടർന്ന് വലിയ തോതിൽ ഒരു ഇടിവ് രേഖപ്പെടുത്തിയ ഓഹരി കൂടിയായിരുന്നു. പ്രത്യേകിച്ചും മെയ് 16 ശേഷം വലിയൊരു ഗ്യാപ് ഡൗണിലായിരുന്നു. അതിനുശേഷം പിന്നീട് ഇടിവിലേക്ക് പോയൊരു സ്ഥിതിയുമായിരുന്നു കണ്ടത്. ജൂൺ 6 അല്ലെങ്കിൽ ഇന്ന് വരെയുള്ളൊരു സമയം പരിശോധിക്കുമ്പോഴേക്കും ശക്തമായിട്ടൊരു ഇടിവ് തന്നെയായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. എന്നാൽ ഈ ഒരു വാർത്ത വന്നതിന് പിന്നാലെ ഇന്നൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിലാണ് ഓഹരി ട്രേഡിംഗ് ആരംഭിച്ചത്. ഹൈ ലെവൽസിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നേരിടുന്നുണ്ട് എങ്കിൽ പോലും 4% മുകളിൽ ഒരു നേട്ടം നൽകിക്കൊണ്ടാണ് ഇപ്പോഴും ട്രേഡിംഗ് നടത്തി വരുന്നത്. പ്രോട്ടിയാൻ ഇ ഗവേണൻസിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി അല്ല, പ്രോട്ടിയൻ ഇ ഗവേണൻസ് വളരെ നമ്മളെ നിരാശപ്പെടുത്തിയ പെർഫോമൻസ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഈ സ്റ്റോക്കിൽ വലിയ സെൽ ഓഫ് ആയിരുന്നു കഴിഞ്ഞ ഒരു 2-3 മാസത്തിനിടെ നടന്നിരിക്കുന്നത്. അതിനെ തുടർന്ന് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ മാറിയിട്ടുമുണ്ട്. ഇന്ന് നമ്മൾ കണ്ടിരിക്കുന്ന ആ ഒരു നേരിയ നേട്ടം ഇസ് ഓൺലി ഷോർട്ട് കവറിങ്. ഇത് ഒരിക്കലും ഒരു ബൈയിങ് ഇൻട്രസ്റ്റോ ഒരു ട്രെൻഡ് റിവേഴ്സലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. സോ വി ഹാവ് ടു വെയിറ്റ്. നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ നടന്നു എന്ന് സ്ഥിരീകരിച്ചതിന് ശേഷം മാത്രം പുതിയ ലോങ് പൊസിഷൻസ് എടുക്കാൻ ശ്രമിക്കാം. പ്രദീപ് സർ, ഏഷ്യൻ പെയിന്റിനെ കുറിച്ചാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഏതാണ്ട് 6% കൂടുതൽ ഇടിവ് രേഖപ്പെടുത്തുന്ന സ്റ്റോക്ക് 2228 രൂപയിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇതിനൊരു ഹൈ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ 3394 രൂപ എന്നുള്ളൊരു റേഞ്ച് വരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ബിർള ഓപ്പസും ഏഷ്യൻ പെയിന്റ്സും തമ്മിലുള്ള ഒരു പോരാട്ടങ്ങളൊക്കെ തന്നെ തുടരുകയാണ്. ഏഷ്യൻ പെയിന്റിനെ സംബന്ധിച്ചിടത്തോളം ബിർള ഓപ്പസ് ഒരു ഫയൽ ചെയ്തിട്ടുണ്ട്, ഒരു കേസ്. അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾ മുന്നോട്ട് നടക്കുന്നു. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ തന്നെ നിലനിൽക്കുന്ന സമയത്ത് ബ്രോക്കറേജുകളും ഈ ഒരു സ്റ്റോക്കിൽ അത്ര ഒപ്റ്റിമിസ്റ്റിക് അല്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. എസ്പെഷ്യലി മോർഗൻ സ്റ്റാൻലി അടക്കം ഒരു ഡി റേറ്റിംഗ് എക്സ്പെക്ട് ചെയ്യുന്നു, അത് കണ്ടിന്യൂ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അതിനോടൊപ്പം തന്നെ ലോവസ്റ്റ് പ്രൈസ് ടാർഗറ്റ് ആണ് നൽകിയിരിക്കുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. പൊതുവേ നമ്മൾ ലാർജ് ക്യാപ് സ്റ്റോക്സും ബ്ലൂ ചിപ്പ് സ്റ്റോക്സും ഒക്കെ തന്നെ ഇൻവെസ്റ്റേഴ്സിനും അല്ലെങ്കിൽ ട്രേഡേഴ്സിനും ഒക്കെ തന്നെ ഒരുപാട് വലിയ രീതിയിലുള്ള സജഷനായിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ പർപ്പസിനായിട്ട് നമ്മൾ പറയാറുണ്ട് അത്തരം സ്റ്റോക്കുകളുടെ ഡീറ്റെയിൽസ് പഠിച്ചതിന് ശേഷം ഇൻവെസ്റ്റ് ചെയ്യുക എന്നതടക്കം. പക്ഷേ ഇത്തരം സ്റ്റോക്കുകളിൽ പോലും നമുക്കൊരു വലിയ മൂവ്മെൻറ്റ് ഈ അടുത്തൊന്നും കാണുന്നില്ല. ഈ ഒരു ഏഷ്യൻ പെയിന്റ് എന്ന് പറയുന്ന സ്റ്റോക്കിനെ സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? നിലവിലെ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു സാധ്യതയാണോ ഉള്ളത്? ജാസ്മിൻ, നമ്മൾ ലാർജ് ക്യാപ്പ് വാല്യൂ സ്റ്റോക്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത് നമ്മൾ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ക്വാർട്ടർലി പെർഫോമൻസ് ഇതൊക്കെ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കണം. അൺഫോർച്ചുനേറ്റ്ലി നമ്മളിപ്പോൾ പെയിന്റ് മേഖല നോക്കുമ്പോഴേക്കും പെയിന്റ് മേഖലയിലെ ഇൻഡസ്ട്രി ലീഡർ തീർച്ചയായിട്ടും ഇറ്റ് കണ്ടിന്യൂസ് ടു ബി ഏഷ്യൻ പെയിന്റ്സ്. ബട്ട് ഏഷ്യൻ പെയിന്റ്സിനോടൊപ്പം മറ്റേ ചില വലിയ കമ്പനികൾ, ബർജർ പെയിന്റ്സ്, കൺസൈ നെറോലാക്, നെതർലൻഡ്സ് കമ്പനി ആയിട്ടുള്ള ആക്സോ നൊബേൽ ആൻഡ് പുതിയതായിട്ട് 2 കൊല്ലം മുൻപ് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഇൻഡിഗോ പെയിന്റ്സ് മുതലായ കമ്പനീസ് ലിസ്റ്റഡ് സ്പേസിൽ വലിയ കമ്പനികളാണ്. ബട്ട് ഇപ്പൊ അനിൽ സൂചിപ്പിച്ചതുപോലെ നമുക്ക് എന്താ കാണാൻ സാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ JSW, ഗ്രാസിം ഇവരൊക്കെ ഈ ഒരു മേഖലയിലോട്ട് വരുന്നുണ്ട്. അതിനെ തുടർന്ന് ഒത്തിരി കോമ്പറ്റീഷൻ വർദ്ധിച്ചിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി ഏഷ്യൻ പെയിന്റ്സ് നേരിടുന്ന ഒരു വലിയ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ ഡിപ്പ് ഇൻ ദ മാർജിൻ. ആൻഡ് ഡെഫിനറ്റ്ലി ഫൈനാൻഷ്യൽ പെർഫോമൻസ് വിചാരിച്ച അത്രയും മെച്ചപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ ഓൾമോസ്റ്റ് ഒരു 1-1.5 വർഷമായിട്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഏഷ്യൻ പെയിന്റ്സ്. അതുകൊണ്ട് തന്നെ നമുക്ക് അറ്റ് ദ മൊമെന്റ് ഏഷ്യൻ പെയിന്റ്സിന്റെ കേസിൽ ഒരു ലോ റിസ്കിൽ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. നമ്മൾ ഏഷ്യൻ പെയിന്റ്സിന്റെ ചാർട്ട് സ്റ്റഡി ചെയ്യുമ്പോഴും ലോങ് ടേം ട്രെൻഡ് ബെയറിഷായി തുടരുന്നു. ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് കണ്ടിന്യൂയിങ് ടു ബി സൈഡ് വേസ്.
യെസ് സർ, അവസാനമായിട്ട് ടാറ്റ മോട്ടോഴ്സിലുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടിയാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ ഒരു ടാറ്റ മോട്ടോഴ്സ് എന്ന ഓഹരി ഒരു സമയത്ത് നിക്ഷേപകരുടെ ഒരു പ്രിയപ്പെട്ട ഓട്ടോ ഓഹരിയായിരുന്നു. പക്ഷേ പിന്നീട് ഇങ്ങോട്ട് തുടർച്ചയായിട്ട് ഇടിവിനെ തുടർന്ന് ഒരുപക്ഷെ നിക്ഷേപകർ പെട്ടുപോയിരിക്കുന്ന ഒരു ഓഹരി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന തരത്തിലാണ്. എന്നാൽ ഇന്നിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു അപ്ഡേഷൻ പ്രകാരം കമ്പനി, അതായത് അതിൻ്റെ ആ ഇപ്പോഴത്തെ ആ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ മറികടക്കാനായിട്ട് ബാലൻസ് ഷീറ്റിലടക്കം മികച്ചതായിട്ടുള്ളൊരു മുന്നേറ്റം കൊണ്ടുവരാനുള്ള നടപടികളിലേക്ക് നീങ്ങിയിരിക്കുന്നു എന്നാണ് പല ബ്രോക്കറേജുകളും സൂചിപ്പിച്ചിരിക്കുന്നത്. 2026 വർഷം, അതായത് ഈ ഒരു നടപ്പ് സാമ്പത്തിക വർഷത്തിൽ തന്നെ കമ്പനിയുടെ കൊമേഴ്സ്യൽ വെഹിക്കിൾ ബിസിനസിൻ്റെ ഒരു ഈ വരുമാനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എബിഡ എന്ന് പറയുന്നത് ഒരു അതായത് ഒരു 16 മുതൽ 17% വരെ വളർച്ച കൈവരിക്കാനുള്ള നടപടികളിലേക്ക് നീങ്ങുന്നു. ഒപ്പം തന്നെ 2027 ആകുമ്പോഴേക്കും ഈ ഒരു സെഗ്മെന്റിൽ ഏകദേശം 40% മാർക്കറ്റ് ഷെയർ അക്വയർ ചെയ്യാനായിട്ട് ഉള്ള നടപടികളും ടാറ്റയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ. ഏതായാലും വാർത്തകൾക്ക് പിന്നാലെ ഓഹരികൾ വളരെ ശക്തമായിട്ടൊരു മൂവ്മെന്റ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. 1% നേട്ടത്തിലാണ് ടാറ്റ മോട്ടോഴ്സ് ഓഹരികൾ ഇന്നിപ്പോൾ ട്രേഡിംഗ് നടത്തി വരുന്നത്. ഇന്നലെയും ഏകദേശം 1%-അടുത്തൊരു അപ്സൈഡ് മൂവ്മെന്റ് നൽകിയിട്ടുണ്ടായിരുന്നു. ടാറ്റ മോട്ടോഴ്സിലുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? ടാറ്റ മോട്ടോഴ്സിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷായി തുടരുന്നു. ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും കഴിഞ്ഞ ഒരു 2 ആഴ്ചകളായിട്ട് ഇതിലൊരു കൺസോൾട്ടേഷനാണ് നടന്നു വരുന്നത്. നമുക്ക് ഇന്നത്തെ മാർക്കറ്റിൽ ഈ സ്റ്റോക്കിൽ ലോ റിസ്കിൽ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. ഇതിൽ ലോങ് ടേം ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ ഈ സ്റ്റോക്ക് 760 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ കൺഫേം ചെയ്യാൻ സാധിക്കത്തുള്ളൂ. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. താങ്ക് യു സോ മച്ച് പ്രദീപ് സർ. താങ്ക് യു ജാസ്മിൻ. അല്ല, നമുക്ക് ഏതായാലും ഇപ്പോൾ മാർക്കറ്റിന്റെ ഒരു ലൈവ് അപ്ഡേറ്റിലേക്ക് കൂടി പോകാം അല്ലേ? അതിനായിട്ട് ഇപ്പോൾ റിസർച്ച് ഡെസ്കിൽ നിന്ന് നിഖിലാണ് ജോയിൻ ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ് നിഖിൽ. ഗുഡ് മോർണിംഗ് ജാസ്മിൻ. യെസ്, ഏതായാലും മാർക്കറ്റിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു ആദ്യ മിനിറ്റുകളിൽ ഒരു ഫ്ലാറ്റ് നോട്ടിലായിരുന്നു. ഇപ്പോൾ ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് ടോണിലേക്ക് മാറുന്നുണ്ട്. എടുത്തു പറയേണ്ടത് 25,100 എന്നുള്ള ഒരു ലെവൽ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് നിഫ്റ്റിക്ക് സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു 2ാം ദിവസത്തിലും. എന്തൊക്കെയാണ് മറ്റു പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ്? ജാസ്മിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നിഫ്റ്റി 50ലേക്ക് കടക്കുകയാണെങ്കിൽ ഏകദേശം മാർജിനലായ ഒരു നേട്ടം, ഏകദേശം 30 ബേസിസ് പോയിന്റുകളുടെ ഒരു നേട്ടത്തോടുകൂടി 25,132 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം ട്രേഡിംഗ് പുരോഗമിക്കുന്നത്. 25,100 എന്ന് പറയുന്ന ആ ഒരു ലെവലിൽ നിഫ്റ്റി ഹോൾഡ് ചെയ്യുന്നതായി തന്നെയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അഡ്വാൻസ് ആൻഡ് ഡിക്ലൈൻ റേഷ്യോ പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ 32 കമ്പനികൾ അഡ്വാൻസ് ആയി ട്രേഡ് ചെയ്യുമ്പോൾ 18 കമ്പനികൾ ഇടിവിൽ ട്രേഡ് ചെയ്യുന്നതായാണ് നിഫ്റ്റി 50യിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. നിഫ്റ്റി ബാങ്കിലേക്ക് കടക്കുകയാണെങ്കിൽ ഏകദേശം ഒരു വലിയൊരു മോണിറ്ററി പോളിസിക്കും മറ്റുമൊക്കെ ശേഷം വലിയൊരു പോസിറ്റീവ് റൺ തന്നെ നടന്നിരിക്കുന്ന നിഫ്റ്റി ബാങ്കിലേക്ക് കടക്കുകയാണെങ്കിൽ ഒരു പ്രോഫിറ്റ് ടേക്കിങ്ങും മറ്റും നടക്കുന്നു. ഏകദേശം 0.5% ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഇടിവ്, 150 പോയിന്റുകളോളമുള്ള ഒരു നഷ്ടം, ബേസിസ് പോയിന്റുകളുടെ നഷ്ടം ഇന്ന് നിഫ്റ്റി ബാങ്ക് നേരിട്ടുകൊണ്ട് 56,690 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ട്രേഡിംഗ് നടക്കുന്നത്. അഡ്വാൻസ് ആൻഡ് ഡിക്ലൈൻ റേഷ്യോ പരിശോധിക്കുമ്പോൾ 5 കമ്പനികൾ അഡ്വാൻസ് ആയി ട്രേഡ് ചെയ്യുമ്പോൾ 7 കമ്പനികൾ നിലവിൽ നിഫ്റ്റി ബാങ്കിൽ നിന്ന് ഒരു ഇടിവിൽ ട്രേഡ് ചെയ്യുന്നതായാണ് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി 50യിലേക്ക് മടങ്ങി വരികയാണെങ്കിൽ നിലവിൽ ടോപ്പ് ഗെയിനറായി കാണാൻ സാധിക്കുന്നത് ഗ്രാസിം ഇൻഡസ്ട്രീസിൻ്റെ ഓഹരികളെയാണ്. ഏകദേശം 4% മുകളിലുള്ള ഒരു നേട്ടത്തിൽ ഗ്രാസിം ഇൻഡസ്ട്രീസിൽ നിലവിൽ ട്രേഡിംഗ് പുരോഗമിക്കുന്നു. ഭാരത് ഇലക്ട്രോണിക്സിലേക്ക് കടക്കുകയാണെങ്കിൽ ഏകദേശം 1.25% ഒരു നേട്ടവും, ഇൻഡസിൻ്റെ പരിശോധിക്കുകയാണെങ്കിൽ നേട്ടം ഏകദേശം 2% ചേർന്ന് നിൽക്കുന്ന ഒരു രീതിയിലേക്കും വരുമ്പോൾ ടെക് മഹീന്ദ്രയും 1.5%, ഹിൻഡാൽകോ ഇൻഡസ്ട്രീസും 0.25% മുകളിലുള്ള ഒരു നേട്ടവും നിലവിൽ പ്രകടമാക്കുകയാണ്. അടുത്തതായി നമുക്ക് പരിശോധിക്കാനായിട്ടുള്ളത് ഗ്രാസിം ഇൻഡസ്ട്രീസിൻ്റെ ഒരു ബ്രോക്കറേജ് റിപ്പോർട്ട് നമുക്ക് നിലവിൽ ലഭ്യമായിട്ടുണ്ട്. മോർഗൻ സ്റ്റാൻലി നിലവിൽ ഗ്രാസിം ഇൻഡസ്ട്രീസിന് ഒരു ഓവർ വെയ്റ്റ് റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത്. ടാർഗറ്റ് പ്രൈസ് ആയിട്ട് പറയുന്നത് 3,500 രൂപയാണ് ടാർഗറ്റ് പ്രൈസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. നിലവിലെ ഒരു പ്രൈസ് നോക്കുകയാണെങ്കിൽ 2,714 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് ഗ്രാസിം ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ചിടത്തോളം ട്രേഡിംഗ് നടക്കുന്നത്. ഗ്രാസിമിൻ്റെ ബിസിനസ്സിലേക്ക് കടക്കുകയാണെങ്കിൽ കമ്പനിക്ക് മൾട്ടിപ്പിൾ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായി വരുന്നു എന്നൊരു കാര്യമാണ് നിലവിൽ ഇപ്പോൾ മോർഗൻ സ്റ്റാൻലി ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് ഒരു മീഡിയം ടേമിൽ കമ്പനിയുടെ ഷെയർ പ്രൈസിനെ മികച്ചൊരു രീതിയിൽ തന്നെ മുൻപോട്ട് കൊണ്ടുപോകാനുള്ളൊരു സാധ്യതയും നിലവിൽ അവർ ചൂണ്ടിക്കാണിക്കുന്നു. കൂടാതെ ഇപ്പോൾ കമ്പനി പെയിന്റ് ബിസിനസ്സിലേക്കും മറ്റുമൊക്കെ കടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത് പുതിയൊരു വാല്യൂ മറ്റുമൊക്കെ കമ്പനിയിലേക്ക് ഒരു അഡീഷണലായി കൊണ്ടുവരാനുള്ള ഒരു കാര്യം മോർഗൻ സ്റ്റാൻലി വളരെ പോസിറ്റീവായി തന്നെ ഇപ്പോൾ വീക്ഷിക്കുകയാണ്. കൂടാതെ കമ്പനിയുടെ ന്യൂ ഏജ് ബിസിനസ്സിലേക്കും മറ്റുമൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ന്യൂ ഏജ് ബിസിനസ് വളരെ വേഗത്തിൽ തന്നെ സ്കെയിലപ്പ് ചെയ്തു വരുന്നതും കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. നിലവിൽ ഈ ഒരു സെഗ്മെൻറ്റ് പരിശോധിക്കുമ്പോൾ
ഗ്രാസിം ഇൻഡസ്ട്രീസ് ആണ് തങ്ങളുടെ ടോപ്പിക് എന്നൊരു നിലപാടിലാണ് നിലവിൽ ഇപ്പോൾ മോർഗൻ സ്റ്റാൻലി എത്തിയിരിക്കുന്നത്. ഈ ഒരു ബ്രോക്കറേജ് റിപ്പോർട്ടിൻ്റെയും മറ്റുമൊക്കെ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് നിലവിൽ ഇപ്പോൾ ഗ്രാസിം ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ചിടത്തോളം ഇത്ര വലിയൊരു റൺ നമുക്ക് ഏകദേശം 4.5% ചേർന്ന് നിൽക്കുന്ന ഒരു നേട്ടത്തിലേക്ക് എത്താൻ ഗ്രാസിം ഇൻഡസ്ട്രീസിന് നിലവിൽ സാധിച്ചിരിക്കുന്നത് എന്നൊരു വാർത്തയാണ് നമുക്ക് പങ്കുവയ്ക്കാനായിട്ടുള്ളത്. അടുത്തായിട്ട് ടോപ്പ് ലോസേഴ്സ് പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ HDFC ലൈഫിൻ്റെ ഓഹരികളാണ് ഒരു ഇടിവ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 0.5% ഒരു ഇടിവ് HDFC ലൈഫ് നേരിടുമ്പോൾ ICICI ബാങ്ക് അടക്കമുള്ള ഓഹരികൾ ഏകദേശം 1% മുകളിലുള്ള ഒരു ഇടിവിലേക്ക് ICICI ബാങ്ക് കടക്കുന്നു. ഏഷ്യൻ പെയിൻസിൻ്റെ കാര്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ 1%-ഓളമുള്ളൊരു ഇടിവ് ഏഷ്യൻ പെയിൻസും ഉണ്ടാകുന്നു. ഏഷ്യൻ പെയിൻസിൻ്റെ കാര്യവും മറ്റുമൊക്കെ പറയുകയാണെങ്കിൽ CCIയിൽ നിന്നും മറ്റുമൊക്കെ കമ്പനിക്ക് ഒരു തിരിച്ചടി ഉണ്ടാകുന്ന രീതിയിലുള്ള വാർത്തകളും മറ്റുമൊക്കെ പുറത്തു വന്നിരുന്നു. ഈ വാർത്തകളുടെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ഏകദേശം 1% ഒരു ഇടിവ് ഏഷ്യൻ പെയിൻസും പുലർത്തുമ്പോൾ ഇറ്റേണലിൻ്റെ ഓഹരികളും ഏകദേശം 0.5% മുകളിലുള്ളൊരു ഇടിവും HDFC ബാങ്ക് ബാങ്കിങ് ഭീമനായിട്ടുള്ള HDFC ബാങ്കും ഏകദേശം 0.5% മുകളിലുള്ളൊരു ഇടിവുമാണ് നിലവിൽ പ്രകടിപ്പിക്കുന്നത്. നിഫ്റ്റി ബാങ്കിലേക്ക് കടക്കുകയാണെങ്കിലും നിലവിൽ ഏകദേശം 0.25% ചേർന്ന് നിൽക്കുന്ന ഒരു ഇടിവോടുകൂടി 56,737 എന്ന് പറഞ്ഞ ഒരു നിരക്കിലാണ് നിഫ്റ്റി ബാങ്കിൽ നിലവിൽ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിഫ്റ്റി ബാങ്കിങ്ങിലെ കമ്പനികളുടെ പെർഫോമൻസിലേക്ക് കടക്കുകയാണെങ്കിൽ ഇൻഡസ്ഇൻഡ് ബാങ്കും മറ്റുമൊക്കെ നേട്ടത്തിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഫെഡറൽ ബാങ്ക് ഓഹരിയിലേക്ക് കടക്കുമ്പോഴും 0.5%-ഓളമുള്ള ഒരു നേട്ടം ഫെഡറൽ ബാങ്കും കോട്ടക് മഹീന്ദ്ര ബാങ്ക് 1.25%-ഓട് ചേർന്ന് നിൽക്കുന്ന ഒരു നേട്ടവും പ്രകടമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇടിവിൽ ഇപ്പോൾ നിഫ്റ്റി ബാങ്ക് തന്നെ ഇടിവിൽ ഒരു മാർജിനലായ ഒരു ഇടിവ് നേരിടാനുള്ള ഒരു പ്രധാന കാരണമായിട്ട് നമുക്കിപ്പോൾ പറയാൻ സാധിക്കുന്ന HDFC ബാങ്കും ICICI ബാങ്കും സ്റ്റേറ്റ് ബാങ്കും പഞ്ചാബ് നാഷണൽ ബാങ്ക് അടക്കമുള്ള വലിയ ബാങ്കിങ് കമ്പനികൾ നിലവിൽ ഇടിവിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. HDFC പരിശോധിക്കുകയാണെങ്കിൽ 0.5%-ഓളം, ICICI 1%-ന് മുകളിലും, പഞ്ചാബ് നാഷണൽ ബാങ്ക് പരിശോധിക്കുമ്പോൾ 0.5%-ഓളമുള്ളൊരു ഇടിവ് രേഖപ്പെടുത്തുമ്പോൾ സ്റ്റേറ്റ് ബാങ്കിൽ വളരെ ഒരു മാർജിനലായ ഒരു ഇടിവും നിലവിൽ പ്രകടമാവുകയാണ്. അടുത്തായിട്ട് സെക്ടേഴ്സിൻ്റെ ഒരു പെർഫോമൻസിലേക്ക് കൂടി കടക്കുകയാണെങ്കിൽ നിലവിൽ നിഫ്റ്റി ഓട്ടോ ഏകദേശം ഒരു 0.5%-ഓളമുള്ളൊരു നേട്ടം നിലനിർത്തുന്നു. നിഫ്റ്റി എനർജിയിലേക്ക് കടക്കുകയാണെങ്കിൽ 0.5%-ന് മുകളിലുള്ളൊരു പെർഫോമൻസും അങ്ങനെ ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് പല സെക്ടേഴ്സിൻ്റെ ഭാഗത്ത് നിന്നും ഏകദേശം വലിയ രീതിയിലുള്ളൊരു നേട്ടം കാണാൻ സാധിക്കുന്നില്ലെങ്കിലും നേട്ടത്തിൽ തന്നെയാണ് ഭൂരിഭാഗം സൂചികകൾ നിലവിൽ ട്രേഡ് ചെയ്യുന്നത്. നിഫ്റ്റി ബാങ്ക് പോലെ തന്നെ PSU ബാങ്ക് പരിശോധിക്കുമ്പോൾ ഏകദേശം 0.5%-ഓളമുള്ളൊരു ഇടിവ് നിഫ്റ്റി PSU ബാങ്ക് നിലവിൽ വെച്ച് പുലർത്തുന്നു. മികച്ച ഒരു മൂവ്മെൻറ്റ് ഈ മണിക്കൂറുകളിൽ കാണാൻ സാധിക്കുന്ന നിഫ്റ്റി മീഡിയയിൽ നിന്ന് തന്നെയാണ്. ഏകദേശം 1.5%-ന് മുകളിലുള്ളൊരു നേട്ടത്തിൽ 1740 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി മീഡിയയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ട്രേഡിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കമ്പനികളുടെ പെർഫോമൻസ് പരിശോധിക്കുകയാണെങ്കിൽ സി എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ഓഹരികൾ ഏകദേശം 3%-ന് മുകളിലുള്ളൊരു നേട്ടം സി എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. കമ്പനി പുതിയ സ്റ്റാർട്ടപ്പുമായും ഒക്കെ കൈകോർക്കുന്നു എന്നൊരു വാർത്തകൾ സി എൻ്റർടൈൻമെൻറ്റ്സിനെയും മറ്റും സംബന്ധിച്ചിടത്തോളം ഇന്ന് വിപണിയിൽ വന്നിരുന്നു. ഈ ഒരു വാർത്തകളെയും മറ്റുമൊക്കെ തുറന്നൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങും മറ്റുമൊക്കെ ലഭിച്ച കമ്പനി നിലവിൽ ഏകദേശം ഒരു 3.25%-ന്റെ ഒരു നേട്ടവും പ്രകടമാക്കുന്നു. നെറ്റ്വർക്ക് 18ലേക്ക് കടക്കുമ്പോഴും ഏകദേശം 3.5%-ന്റെ ഒരു നേട്ടം. ഡെൻ നെറ്റ്വർക്ക്സ് 1.5%-ന് മുകളിലുള്ളൊരു നേട്ടം. സൺ ടിവിയുടെ ഭാഗത്ത് നിന്ന് മികച്ച ഒരു പെർഫോമൻസ് ഉണ്ടാകുന്നു. ഏകദേശം 2%-ന് മുകളിലുള്ളൊരു നേട്ടം സൺ ടിവിയും രേഖപ്പെടുത്തുമ്പോൾ ഡിഷ് TV ഇന്ത്യ മാത്രമാണ് നിലവിൽ നിഫ്റ്റി മീഡിയ കമ്പനികളിൽ നിന്ന് ഒരു ഇടിവ് രേഖപ്പെടുത്തുന്നത്. ഏകദേശം 2%-ന് മുകളിലുള്ളൊരു ഇടിവ് ഡിഷ് TV ഇന്ത്യയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്ന ഒരു കാഴ്ചയാണുള്ളത്. നിഫ്റ്റി മീഡിയ പോലെ തന്നെ നിഫ്റ്റി IT-യുടെ ഭാഗത്ത് നിന്നും മികച്ച ഒരു പ്രകടനമുണ്ടാകുന്നു. ഏകദേശം 1.5%-ന്റെ ഒരു നേട്ടത്തോടുകൂടി 38,143 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി IT-യെ സംബന്ധിച്ചിടത്തോളം ട്രേഡിംഗ് പുരോഗമിക്കുന്നത്. നിഫ്റ്റി IT-യിലെ കമ്പനികളുടെ പെർഫോമൻസ് എടുക്കുകയാണെങ്കിൽ കോഫോർജിൻ്റെ ഭാഗത്ത് നിന്ന് മികച്ച ഒരു പെർഫോമൻസ് തന്നെ ഉണ്ടാകുന്നു. ഏകദേശം 3.5%-ഓളമുള്ളൊരു നേട്ടം കൊഫോർജും കാഴ്ചവെക്കുന്നു. പേഴ്സിസ്റ്റന്റ് സിസ്റ്റത്തിലേക്ക് കടക്കുകയാണെങ്കിലും 2%-ന്റെ ഒരു മികച്ച പെർഫോമൻസ്. ടെക് മഹീന്ദ്ര 1.5%-ന് മുകളിലുള്ളൊരു നേട്ടം കാഴ്ചവെക്കുമ്പോൾ എംഫസിസിൻ്റെ ഓഹരികൾ ഏകദേശം 2%-ന് മുകളിലും, HCL ടെക് 1.5%-ന്റെ ഒരു നേട്ടം. അങ്ങനെ നിഫ്റ്റി IT പരിശോധിക്കുമ്പോൾ നിലവിൽ എല്ലാ കമ്പനികളും നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്ന വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൊമെന്റം തന്നെ നിഫ്റ്റി IT-യിൽ കാണാൻ സാധിക്കുന്നു. LTI മൈൻട്രിയും മറ്റുമൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ 2%-തോട് ചേർന്ന് നിൽക്കുന്ന ഒരു നേട്ടവും, ഇൻഫോസിസ് 0.25%-തോട് ചേർന്ന് നിൽക്കുന്ന ഒരു മികച്ച പെർഫോമൻസും നിലവിൽ മാർക്കറ്റിൽ ഇപ്പോൾ പ്രകടമാക്കുകയാണ്. അടുത്തതായി നിഫ്റ്റി മെറ്റലിലേക്ക് പോവുകയാണെങ്കിൽ 0.5%-ന്റെ ഒരു നേട്ടം നിഫ്റ്റി മെറ്റലും പ്രകടിപ്പിച്ചുകൊണ്ട് 9548 എന്ന് പറഞ്ഞൊരു നിരക്കിൽ നിഫ്റ്റി മെറ്റലിലും ട്രേഡിംഗ് നടക്കുന്നു. കമ്പനികളുടെ പെർഫോമൻസ് സ്പെസിഫിക്കായി പരിശോധിക്കുകയാണെങ്കിൽ ഹിന്ദുസ്ഥാൻ സിങ്കിൻ്റെ ഭാഗത്ത് നിന്ന് ഏകദേശം 2%-ന്റെ ഒരു നേട്ടം, ഹിന്ദുസ്ഥാൻ കോപ്പർ ഏകദേശം 1.5%-ന് മുകളിലുള്ളൊരു നേട്ടം, ജിൻഡാൽ സ്റ്റെയിൻലെസ് 1.5%-ന് മുകളിൽ, APL അപ്പോളോ ട്യൂബ്സിൻ്റെ ഓഹരികൾ ഏകദേശം 0.5%-ന് മുകളിലും, വെൽസ്പൺ കോർപ്പറേഷൻ 2.25%-ന്റെ ഒരു മികച്ച റണ്ണും നിഫ്റ്റി മെറ്റലിൽ നിന്ന് നിലവിൽ കാഴ്ചവെക്കുന്നു. അടുത്തതായി നമ്മൾ മാർക്കറ്റിലേക്ക് മടങ്ങി വരികയാണെങ്കിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് ഏകദേശം 0.5%-തോട് ചേർന്ന് നിൽക്കുന്ന ഒരു നേട്ടം, 50 ബേസിസ് പോയിന്റുകളോട് ചേർന്ന് നിൽക്കുന്ന ഒരു നേട്ടത്തോടു കൂടി 25,153 എന്ന് പറഞ്ഞൊരു നിരക്കിൽ നിഫ്റ്റി 50യും നിഫ്റ്റി ബാങ്ക് നിലവിൽ 56,752 എന്ന് പറഞ്ഞൊരു നിരക്കിലും നിൽക്കുന്നതായാണ് നിലവിൽ കാണാൻ സാധിക്കുന്നത്. ജാസ്മിൻ.
ഓക്കെ, നിഖിലാണ് ഇപ്പോൾ മാർക്കറ്റിന്റെ ഒരു അപ്ഡേറ്റ് നൽകിയത്. ഇനി നമുക്ക് മാർക്കറ്റിന്റെ ഒരു ടെക്നിക്കൽ ഔട്ട്ലുക്ക് കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. അതിനായിട്ട് ഇപ്പോൾ സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനറും അഹല്യ ഫിൻഫോറെക്സ് വൈസ് പ്രസിഡന്റുമായിട്ടുള്ള ഹരീഷ് ചന്ദ്രൻ സാറാണ് ജോയിൻ ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ് സർ ആൻഡ് വെൽക്കം ടു ദി ഷോ. ഗുഡ് മോർണിംഗ്. ഏതായാലും മാർക്കറ്റിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് ഇന്നിപ്പോൾ ഒരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് ടോണിലാണ് മാർക്കറ്റ് വ്യാപാരം മുന്നോട്ട് പോകുന്നത്. എസ്പെഷ്യലി ഇൻഡെക്സ് ബേസിൽ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ PSU ബാങ്ക് സൂചികയുടെ ഒരു പെർഫോമൻസിനെ കുറിച്ചാണ് ആദ്യം തന്നെ ചോദിക്കുന്നത്. ഇന്ന് ഒരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് നോട്ടിലാണ്, ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് മോഡിലാണ് ആ ഒരു സൂചിക എന്നാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ഒരു മാസത്തെ ഒരു പെർഫോമൻസ് പരിശോധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും അധികം മുന്നേറ്റം രേഖപ്പെടുത്തിയിരിക്കുന്ന സൂചികകളിൽ ഒന്നാണ് PSU ബാങ്ക് സൂചിക എന്നാണ് കാണാൻ സാധിക്കുന്നത് റിയൽറ്റിക്ക് ശേഷം. സോ ഈ ഒരു PSU ബാങ്ക് സൂചിക എസ്പെഷ്യലി ഒരു റേറ്റ് കട്ടിനൊക്കെ ശേഷം ബാങ്കിങ് സൂചികയിലെ പല ഓഹരികളിലും ആ ഒരു വലിയ കുതിച്ചുചാട്ടം നമ്മൾ കണ്ടതാണ്. ഇനിയും ഈ ഒരു സൂചികയുടെ ഒരു മുന്നേറ്റത്തിന്റെ സാധ്യത എത്ര മാത്രമാണ്? അതോടൊപ്പം തന്നെ ഈ ഒരു ഹൈ ലെവൽസിൽ ഒരു പുതിയ പൊസിഷൻ അഡ്വൈസബിൾ ആണോ? നമ്മൾ PSU ബാങ്ക് ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു റെസിസ്റ്റൻസ് പോയിന്റ് അടുത്താണ്. കഴിഞ്ഞ ജനുവരിയിലൊക്കെ വന്നിരുന്ന ആ ഒരു ഇൻഡെക്സിന്റെ ലെവലിന്റെ അടുത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. അതായത് 7184-85 എന്ന് പറയുന്ന ലെവല് കഴിഞ്ഞ പ്രാവശ്യവും 7200 അടുത്തൊക്കെ വന്നിരുന്നു. ജനുവരി ആ ടൈമിന്റെ അടുത്താണ് വന്നിരുന്നത്. ഇനി ഒരു ബ്രേക്ക് ഔട്ടാണ് പ്രതീക്ഷിക്കുന്നത്. ഈവൻ ദോ നമുക്കൊരു ബ്രേക്ക് ഔട്ടിന് ഇത് വളരെ ശക്തമായ ഒരു മൂവ്മെന്റ് ആണ് ലാസ്റ്റ് മന്തിൽ നമ്മൾ കണ്ടത്. അപ്പൊ അവിടെ ഒരു റെസിസ്റ്റൻസ് പോയിന്റ് ഉള്ളത് കൊണ്ട് ചെറിയൊരു ബ്രീത്തിങ് പോയിന്റ് എടുക്കുന്നതിൽ എനിക്ക് തോന്നുന്നത് എടുക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ചെറിയ ബ്രീത്തിങ് പോയിന്റ് വന്നതിന് ശേഷമായിരിക്കും അടുത്തൊരു ഇമ്പൾസീവ് അല്ലെങ്കിൽ മൂവ്മെന്റ്സ് വരിക എന്നതാണ് എനിക്ക് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും പോസിറ്റീവായി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ ബാങ്കുകളെല്ലാം തന്നെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ പോസിറ്റീവാണ്. നമുക്കൊരു ഇമ്മീഡിയറ്റ് ഒരു ബ്രീത്തിങ് പോയിന്റിന് ശേഷം അത് തിരിച്ച് വീണ്ടും റിക്കവറിലേക്ക് വരും. അത് നല്ലൊരു മൂവ്മെന്റ്സ് തരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 7600 വരെയൊക്കെ പോകാനുള്ള ഒരു മൂവ്മെന്റ്സിന്റെ സാധ്യത ഇതിനുണ്ട്. സോ അത് നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. വളരെ പോസിറ്റീവാണ്. ഇതിന്റെ ഇടയ്ക്ക് ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വരാനുള്ള സാധ്യത. സർ, അതിനോടൊപ്പം തന്നെ നമുക്ക് ഇന്നിപ്പോൾ IT ഇൻഡെക്സിലേക്ക് കൂടി ഒന്ന് വരേണ്ടതുണ്ട്. കാരണം IT ഇൻഡെക്സ് ഇന്നിപ്പോൾ ഏറ്റവും മികച്ചൊരു പ്രകടനം നടത്തി വരികയാണ്. ഏകദേശം 1% മുകളിൽ 1.29% നേട്ടത്തിൽ 38,150.6 എന്നൊരു നിലയിലാണ് ഇപ്പോൾ ഈ ഒരു സമയത്ത് ട്രേഡിംഗ് നടന്നു വരുന്നത്. നമുക്ക് IT ഇൻഡെക്സിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ ഒരു ജൂൺ 4 മുതൽ വളരെ ഫ്ലാറ്റ് ആയിട്ടാണെങ്കിൽ പോലും ഒരു പോസിറ്റീവ് ടോണിലാണ് ഈ ഒരു ഇൻഡെക്സ് ക്ലോസ് ചെയ്ത് വന്നിരിക്കുന്നത്. ഒരു പക്ഷേ കഴിഞ്ഞ ഒരു 4 ദിവസത്തേക്കാൾ മികച്ച ഒരു മുന്നേറ്റം ഈ ആദ്യത്തെ ഒരു 45 മിനിറ്റുകൾ പിന്നിട്ടപ്പോഴേക്കും അല്ലെങ്കിൽ ഏകദേശം 1 മണിക്കൂർ പിന്നിട്ടപ്പോഴേക്കും രേഖപ്പെടുത്തുന്നതായിട്ടാണ് കാണുന്നത്. IT ഇൻഡെക്സിലുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? IT കമ്പനികളിൽ ഒരു മിക്സഡ് പെർഫോമൻസ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സോ അതുകൊണ്ട് തന്നെ വെയിറ്റേജ് ഉള്ള പല കമ്പനികളിലും ഒരു സൈഡ് വൈസ് മൂവ്മെന്റ് ആണെങ്കിലും ചില കമ്പനികൾ പ്രത്യേകിച്ച് കൊഫോജ് പോലുള്ള കമ്പനികളൊക്കെ പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ ഒരു ഇൻഡെക്സിലെ പോസിറ്റീവ് ഒരു സ്മോൾ അല്ലെങ്കിൽ മൈന്യൂട്ട് ആയിട്ടുള്ള പോസിറ്റീവ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോഴും ഞാൻ നോക്കുമ്പോൾ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഷോർട്ട് ടൈം വ്യൂവിൽ ആണെങ്കിൽ പോസിറ്റീവ് എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ്സ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇമ്മീഡിയറ്റ് ഒരു റെസിസ്റ്റൻസ് പോയിന്റ് അടുത്ത് നിൽക്കുകയാണ് 38,400. അതിന് മുകളിലോട്ട് വരികയാണെങ്കിൽ വീണ്ടും പോസിറ്റീവായിട്ട് വരാൻ സാധ്യതയുണ്ട്. ബട്ട് ഇൻഡിവിജ്വൽ കമ്പനിയിൽ എത്ര കണ്ട് അത് പോസിറ്റീവ് ആയിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കിക്കാണേണ്ടതാണ്. ബട്ട് അതിന്റെ ഷോർട്ടർ പോയിന്റ് ഓഫ് ടൈം നമുക്ക് പറയാം IT ഇൻഡെക്സ് ആസ് എ ഹോൾ ഇത് ഒരു പോസിറ്റീവ് ട്രെൻഡിലാണ്. ബട്ട് സ്റ്റോക്സുകൾ പലതും മിക്സഡ് ട്രെൻഡിലുമാണ്. അനീഷ് സർ, സി എന്റർടൈൻമെന്റിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഇന്നിപ്പോൾ 3% കൂടുതലുള്ള ഒരു വലിയ മുന്നേറ്റം സ്റ്റോക്കിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ആദ്യത്തെ മൈക്രോ ഡ്രാമ ആപ്പ് പുറത്തിറക്കുന്നതിനായിട്ട് സ്റ്റാർട്ടപ്പ് ബുള്ളറ്റുമായിട്ടുള്ള ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പിൽ സി എന്റർടൈൻമെന്റ് ഏർപ്പെട്ടിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നമ്മൾ സിയുടെ ഒരു പെർഫോമൻസ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ ഏറ്റക്കുറച്ചിലുകൾക്ക് അല്ലെങ്കിൽ വലിയ ഒരു റോളർ കോസ്റ്റർ റൈഡിന് സാക്ഷ്യം വഹിച്ച ഒരു സ്റ്റോക്ക് കൂടിയാണ് സി എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത്. ധാരാളം ഈ പറയുന്ന സോണിയുമായിട്ടുള്ള മെർജറൊക്കെ തന്നെ നടക്കാതിരുന്നതും അത്തരത്തിൽ മാനേജ്മെന്റ് തലപ്പത്തിലുള്ള വലിയ ആശയക്കുഴപ്പങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നപ്പോഴും സ്റ്റോക്ക് അതിനോടൊത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ട്, വലിയ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്നൊക്കെ തന്നെ പതിയെ ഇപ്പോൾ സ്റ്റോക്ക് തിരിച്ചു കയറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ടെക്നിക്കലി ഇത് എത്രമാത്രം ജസ്റ്റിഫൈ ചെയ്യാൻ സാധിക്കും നമുക്ക്? സി എന്റർടൈൻമെന്റ് നിങ്ങൾ സൂചിപ്പിച്ചോളെ നമ്മളെ കോർപ്പറേറ്റ് ആക്ഷൻസിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നപ്പോഴും അതേപോലെ മാനേജ്മെന്റ് ഇഷ്യൂസ് ഒക്കെ വന്നപ്പോഴും ഇൻവെസ്റ്റേഴ്സിന്റെ സൈഡിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്ന ഒരു സ്റ്റോക്സ് ആണ്. അതുകൊണ്ടാണ് അത്രത്തോളം വലിയ തിരിച്ചടികൾ വന്നിട്ട് അത് തിരിച്ചു വരാനായിട്ട് കഴിഞ്ഞത്.
എനിക്ക് തോന്നുന്നത് വീണ്ടും അത് ഒരു പെർഫോമൻസ്, ഒരു സൈഡ് ബേസ് ട്രെൻഡാണ് ഇപ്പോൾ കാണുന്നത്. അത് പോസിറ്റീവ് ആണ് അല്ലെങ്കിൽ വളരെ മൂവ്മെന്റ് അല്ല പോസിറ്റീവിലേക്ക് പോകുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ബട്ട് ഇറ്റ്സ് സസ്റ്റൈനബിൾ, അത് സസ്റ്റൈൻ ചെയ്യുന്ന ഒരു സൈഡ് ബേസ് ട്രെൻഡാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു അപ്പർ സൈഡ് എന്ന് പറയുന്നത് 160 പോയിന്റ്സ് ആണ്, 160 ആണ് അതിന്റെ അപ്പർ സൈഡിൽ എന്ന് പറയുന്നത്. അതിന്റെ ഇൻ ബിറ്റ്വീൻ റേഞ്ച് എന്ന് പറയുന്നത് 120 to 160 ലെവലിലേക്ക് അത് എപ്പോഴും കഴിഞ്ഞ ഒരു വർഷത്തോളമായിട്ട് അത് റേഞ്ച് ബൗണ്ടായിട്ട് ട്രേഡ് ചെയ്യുന്നുണ്ട്. വോളറ്റിലിറ്റി വളരെ ഹെവിയാണ്. സോ നമുക്കൊരു സൈഡ് വൈസ് ട്രെൻഡ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഈ രണ്ട് റേഞ്ചിന്റെ ഇടയ്ക്കായിരിക്കും ഈ സ്റ്റോക്സ് ട്രേഡ് ചെയ്യുന്നത്. ഈ വലിയ പോസിറ്റീവായിട്ടുള്ള അപ്ഡേഷൻസോ കാര്യങ്ങളോ ഒക്കെ വരികയാണെങ്കിൽ മാത്രമായിരിക്കും ഇനി ഒരു പോസിറ്റീവായിട്ട് പോകുന്നത്. ബട്ട് ഒരു കൺസിസ്റ്റന്റ് വോളിയം അതിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് ഇപ്പോഴും അത് അസിറ്റീസ് എന്താണോ അതേപോലെ ലീവ് ചെയ്യുക. എന്തെങ്കിലും മൂവ്മെന്റ്സ് ഒക്കെ വരികയാണെങ്കിൽ മാത്രം എൻ്റർ ചെയ്യുക. അല്ലെങ്കിൽ പൊസിഷനുള്ള ഒരു സൈഡ് വൈസിലാണ് അത് ഹോൾഡ് ചെയ്യുക. സാർ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അതായത് കൊഫോജ് IT ഇൻഡെക്സിൽ തന്നെയും കൊഫോജ് പോലുള്ള ചില ഓഹരികൾ വളരെ ശക്തമായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് കാണുന്നുണ്ടെന്ന്. കൊഫോജിലേക്ക് തന്നെയാണ് എത്തുന്നത്. കൊഫോജിനെ സംബന്ധിച്ച് ഇന്നിപ്പോൾ ഏകദേശം 4% അതായത് ഓപ്പൺ ചെയ്ത സമയത്ത് ഏകദേശം 5% ഒരു നേട്ടം നൽകിയിട്ടുണ്ടായിരുന്നു. നിലവിലും ഏകദേശം 4% നേട്ടം നൽകിക്കൊണ്ട് 1865 രൂപ എന്നൊരു നിലയിലാണ് ട്രേഡിംഗ് നടന്നു വരുന്നത്. കൊഫോജിനെ സംബന്ധിച്ച് കഴിഞ്ഞ ജൂൺ 4-ാം തീയതി ആയിരുന്നു സ്റ്റോക്ക് സ്പ്ലിറ്റിൻ്റെ അവരുടെ ചരിത്രത്തിൽ ആദ്യത്തെ ഒരു സ്റ്റോക്ക് സ്പ്ലിറ്റിൻ്റെ റെക്കോർഡ് ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഇങ്ങോട്ടേക്ക്, അതായത് ജൂണിന് ശേഷം ഇങ്ങോട്ടേക്ക് പരിശോധിക്കുമ്പോഴേക്കും പൊതുവേ നമുക്കൊരു ബുള്ളിഷ് മൊമെൻറ്റം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. കാര്യമായിട്ടുള്ള കറക്ഷൻസ് ഒന്നും നേരിടാതെ തന്നെയാണ് ഓഹരികളിലൊരു മുന്നേറ്റം ഉണ്ടായിരിക്കുന്നത്. കൊഫോർജിലുള്ള താങ്കളുടെ ഇനി മുന്നോട്ടേക്കുള്ള എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? ഇതിന്റെ ചാർട്ട് നമ്മൾ കുറച്ച് ബാക്കിലോട്ട് പരിശോധിക്കുകയാണെങ്കിൽ IT ഇൻഡെക്സ് പെർഫോം ചെയ്ത് ഡൗൺ ട്രെൻഡിലേക്ക് വന്നപ്പോൾ പോലും ഇത് ഡൗൺ ട്രെൻഡിലേക്ക് വന്നിരുന്നതാണ്. കൊഫോജ് സ്റ്റോക്സ് എന്ന നിലയിലും ഡൗൺ ട്രെൻഡ് വന്നിരുന്നു. അവിടെ നിന്ന് അത് റിക്കവറി, ഷാർപ്പ് റിക്കവറിയാണ്. മറ്റുള്ള സ്റ്റോക്സുകളിൽ കാണാത്തത് മാതിരിയുള്ള ഷാർപ്പായിട്ടുള്ള റിക്കവറിയാണ് എസ്പെഷ്യലി ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഈ സ്റ്റോക്സിന്റെ പ്രൈസിൽ വന്നിരിക്കുന്നത്. ഞാൻ പ്രതീക്ഷിക്കുന്നത് നിയർലി 2000 ലെവലിലേക്ക് ഇത് വീണ്ടും റിക്കവർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. വോളിയം അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നമുക്കൊരു 2000 ലെവലിലേക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു സ്റ്റോക്സ് ആണ് ഇമ്മീഡിയറ്റ്. ഇപ്പോഴത്തെ കറണ്ട് പ്രൈസ് ലെവലിൽ 2000 ലെവലിലേക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു രീതിയിലാണ് കാണുന്നത്. പോസിറ്റീവാണ് ട്രെൻഡ്. നല്ല ഷാർപ്പ് റിക്കവറി വന്നതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കറക്റ്റീവ് ആക്ഷൻസ് ഇമ്മീഡിയറ്റ് വരാനുള്ള സാധ്യത ഉണ്ട്. ബട്ട് അതെനിക്ക് തോന്നുന്നു ഈ റെസിസ്റ്റൻസ് പോയിന്റ് ആയ നിയർലി 2000 ലെവലിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. അൾട്രാടെക് സിമെന്റിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഇന്നിപ്പോൾ 1.5% കൂടുതൽ ഒരു മുന്നേറ്റം സ്റ്റോക്ക് രേഖപ്പെടുത്തുന്നുണ്ട്. സിമെന്റ് സെഗ്മെന്റ് ലീഡറാണ് അൾട്രാടെക് സിമെന്റിനെ സംബന്ധിച്ചിടത്തോളം. മോർഗൻ സ്റ്റാൻലി ഇനിയും ഈ ഒരു കറന്റ് മാർക്കറ്റ് ലെവലിൽ നിന്നും 24% അപ്സൈഡ് പൊട്ടൻഷ്യലിന്റെ സാധ്യത പങ്കുവെച്ചുകൊണ്ട് ഒരു ഓവർ വെയ്റ്റ് റേറ്റിംഗ് ആണ് സ്റ്റോക്കിൽ നൽകിയിരിക്കുന്നത്. ഏതാണ്ട് 14,000 രൂപ വരെ സ്റ്റോക്ക് ഉയരാനുള്ള ഒരു സാധ്യതയാണ് പങ്കുവയ്ക്കുന്നത്. അൾട്രാടെക് സിമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ബുള്ളിഷ് ട്രെൻഡ് തുടരാനുള്ള ഒരു സാധ്യത എത്രമാത്രമാണ്? തീർച്ചയായും ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികളിൽ ഒരു ബൂസ്റ്റ് എന്തായാലും ഇതിനുശേഷം RBIയുടെ മീറ്റിങ്ങുകളിലേക്ക് ശേഷം വന്നിട്ടുണ്ട്. ആ ഒരു കണ്ടിന്യൂസ് ട്രെൻഡാണ് കഴിഞ്ഞ ഒരു 4 ട്രേഡിംഗ് ഡേയ്സ് ആയിട്ടും അൾട്രാടെക്കിലും കാണാൻ സാധിക്കുന്നത്. 11,000 നിന്ന് അത് മുകളിലോട്ടാണുള്ള പെർഫോമൻസ് നമുക്ക് കാണാൻ കഴിയുന്നു. കഴിഞ്ഞ ഒരു വർഷത്തോളമായി ഇതൊരു സൈഡ് വൈസ് ട്രെൻഡിലായിരുന്നു. 10,000-നും 12,000-നും ഇടയിൽ ട്രേഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 2-3 തവണ ഈ 2 റേഞ്ച് ബോണ്ടിന്റെ ഇടയ്ക്ക് അത് ട്രേഡിങ് വന്നിട്ടുള്ളതാണ്. നമുക്കത് കാണാൻ വേണ്ടി ചാർട്ടിൽ കാണാൻ വേണ്ടി. എന്തായാലും ഇപ്പോഴത്തെ ലെവലിൽ 12,400 എബോ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വലിയൊരു മൂവ്മെന്റ്സ് നേരത്തെ പറഞ്ഞ ലെവലിനേക്കാൾ മുകളിൽ പോകാനുള്ള സാധ്യത ഇപ്പോൾ കാണുന്നുണ്ട്. കാരണം മാസമായിട്ടുള്ള ഒരു പാർട്ടിസിപ്പേഷൻ ഇൻവെസ്റ്റേഴ്സ് സൈഡിൽ നിന്ന് അത് കാണുന്നുണ്ട്. ഇൻഡസ്ട്രി ലീഡേഴ്സിൽ കാണുന്ന അതേ വോളിയം തന്നെയാണ് ഇതിലും കാണുന്നത്. സോ നമുക്ക് ഈ ഒരു പോസിറ്റീവ് ട്രെൻഡ് ആയിരിക്കും കണ്ടിന്യൂ ചെയ്യാന്ന് ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈവൻ ദോ അവിടെ ഒരു നല്ല റെസിസ്റ്റൻസ് ഉണ്ട് 12,400, അതിലേക്കായിരിക്കും ഫസ്റ്റ് നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്നത്. സർ, അതിനോടൊപ്പം തന്നെ അശോക് ലേലാൻഡിലേക്കാണ് എത്തുന്നത്. കാരണം അശോക് ലേലാൻഡിനെ സംബന്ധിച്ചിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നിരിക്കുന്ന ചില ബ്രോക്കറേജുകളുടെ ഒരു അനുമാനം അനുസരിച്ച് ഈ ഓഹരികൾ അല്ലെങ്കിൽ കമ്പനി പൊതുവെ വളരെ അട്രാക്റ്റീവായിട്ട് ബാലൻസ് കേസിലാണെങ്കിലും അവരുടെ വോളിയത്തിലാണെങ്കിലും വളരെ അട്രാക്റ്റീവായിട്ട് മാറിയിരിക്കുന്നു അല്ലെങ്കിൽ മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും അവരുടെ കൊമേഴ്സ്യൽ വെഹിക്കിൾ ബിസിനസ്സിലേക്ക് പരിശോധിക്കുമ്പോഴേക്കും അവരുടെ വോളിയത്തിലടക്കം ഒരുപക്ഷെ ആ ഒരു മാർജിനിൽ ഇതുവരെ കമ്പനി കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള മാർജിൻ അറ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് പല അനലിസ്റ്റുകളും ഒരു വ്യൂ മുന്നോട്ടേക്ക് വെച്ചിരിക്കുന്നത്.
ഇനി അതിനോടൊപ്പം തന്നെ ഓഹരികൾ പരിശോധിക്കുകയാണെങ്കിലും അതിൻ്റെ വാല്യുവേഷനൊക്കെ ഒരു ഫെയർ വാല്യുവേഷനിലേക്ക് എത്തുന്നു എന്ന തരത്തിലുള്ള അപ്ഡേഷൻസ് ആണ് വന്നിരിക്കുന്നത്. ഓഹരികൾ പരിശോധിക്കുമ്പോൾ ഇന്ന് വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ടോണിലാണ് ട്രേഡിംഗ് നടന്നു വരുന്നത്. കഴിഞ്ഞ ഒരു MPC മീറ്റിംഗ് നടന്ന ദിവസം, അതായത് വെള്ളിയാഴ്ച, വളരെ ശക്തമായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് ഈ ഒരു ഓഹരിയിൽ ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 3.5% മുകളിൽ ഒരു നേട്ടം, അല്ലെങ്കിൽ 3.5% അടുത്തൊരു നേട്ടം നൽകിക്കൊണ്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഇന്നലെയും ഒരു കൺസോൾഡേറ്റഡ്, ആ ഒരു ഹൈ ലെവൽ കൺസോൾഡേറ്റ് ചെയ്തുകൊണ്ടാണ് നിലനിൽക്കുന്നത്. ഇന്നും ഏകദേശം അതേ ലെവൽ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. അശോക് ലെയ്ലാൻഡ് ഓഹരികളെ ഒരു ടെക്നിക്കൽ ചാർട്ട് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? എനിക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യൂ ഉള്ള സ്റ്റോക്സ് ആണ് അശോക് ലെയ്ലാൻഡ്. വളരെ സ്ലോ മൂവ്മെന്റ്സ് ഉള്ള സ്റ്റോക്സ് ആണ്. അതേപോലെ തന്നെ ഇപ്പോൾ ചില ദിവസങ്ങളിൽ ഒഴിച്ചു കഴിഞ്ഞാൽ വോൾട്ടാലിറ്റി വളരെ കുറവാണ്, സ്ലോ ആയിട്ടുള്ള മൂവ് ചെയ്യുന്നു. എവറി മൂവ്മെന്റ്സ് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു കറക്റ്റീവ് ആക്ഷൻസ് ഒക്കെ വന്ന് ഒരു നല്ലൊരു പേസ്ഡ് മാനറിലാണ് അത് മുകളിലോട്ട് പോകുന്നത്. അപ്പൊ ഈ ഒരു സ്റ്റോക്സിനെ സംബന്ധിച്ച് നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള വ്യൂ മെയിൻറ്റെയിൻ ചെയ്യാം. 260 ആണ് അടുത്ത് ഇമീഡിയറ്റ് വരാൻ പോകുന്ന അപ്പർ സൈഡിലെ ഒരു റേഞ്ച് എന്ന് പറയുന്നത്. 230 ആണ് ലോവർ ലെവലിലെ സപ്പോർട്ടിങ് സോണായിട്ട് ആക്ട് ചെയ്യുന്നത്. സോ നമുക്കൊരു പോസിറ്റീവ് വ്യൂ മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ്. ഒരു സ്ലോലി മൂവ്മെന്റ്സ് ഉള്ളത് കൊണ്ട് അതിന് ടൈം എടുത്തതായിട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഹോൾഡ് ചെയ്യാവുന്നതാണ്. പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അപ്പർ സൈഡ് ഇതിനുണ്ട്. സർ, ഗ്രാസിം ഇൻഡസ്ട്രീസിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഇന്നിപ്പോൾ 4% കൂടുതൽ ഒരു മുന്നേറ്റം സ്റ്റോക്ക് രേഖപ്പെടുത്തുന്നു. നിഫ്റ്റിയുടെ ടോപ്പ് ഗെയിനർ പട്ടികയിലുള്ള ഒരു സ്റ്റോക്ക്, ആദ്യത്തെ സ്റ്റോക്കാണ് ഗ്രാസിം ഇൻഡസ്ട്രീസ്. 2721 രൂപ എന്നുള്ള ഒരു നിലവാരത്തിലാണ് സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഗ്രാസിമിലുള്ള സാറിന്റെ ഒരു ടേക്ക് എങ്ങനെയാണ്? പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ടേക്കുള്ള ഒരു സ്റ്റോക്സ് തന്നെയാണ് ഗ്രാസിം. ഇതില് നമുക്ക് ഫസ്റ്റ് ലെവൽ വാച്ച് ചെയ്യേണ്ടത് 2850 ആണ്. ഈ 2850 എന്ന് പറയുന്ന നല്ല റെഫറൻസ് പോയിന്റ് ആണ്. കഴിഞ്ഞ വർഷവും ഈ വർഷത്തിന് ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, അതായത് മെയ് മാസത്തിലൊക്കെ തന്നെ ആ ഒരു ലെവലിലേക്ക് ഈ സ്റ്റോക്സ് വന്നിരുന്നു. 2 പ്രാവശ്യവും അവിടെ നിന്ന് താഴോട്ട് അല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഒരു 3ാമത്തെ പ്രാവശ്യം തേർഡ് ടോപ്പിലേക്ക് വരികയാണ്. ഈ പ്രാവശ്യം അത് അവിടെ നിന്ന് അപ്പർ സൈഡിലേക്ക് പോകുമെന്നാണ്, അല്ലെങ്കിൽ അത് ബ്രേക്ക് ഔട്ട് ചെയ്ത് പോകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ 2 പ്രാവശ്യവും വന്നപ്പോഴും ലോവർ എന്ന് പറയുന്നത് ഹയർ സൈഡിലേക്കായിരുന്നു. അതുകൊണ്ടാണ് നമുക്കത് പറയാൻ വേണ്ടി കഴിയും. അത് ഈ പ്രാവശ്യം 2850 എബോട്ട് ട്രേഡ് ചെയ്ത് പോവുകയാണെങ്കിൽ വളരെ പോസിറ്റീവ് ആയിട്ടായിരിക്കും. വളരെ പോസിറ്റീവ് 3300 പോകാനുള്ള സാധ്യത നമുക്ക് കാണുന്നുണ്ട്. വോളിയത്തിൽ നല്ല ഇമ്പ്രൂവ്മെന്റ്സ് ആണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും പോസിറ്റീവായിട്ട് വ്യൂ ചെയ്യുകയും മെയിൻറ്റെയിൻ ചെയ്യാവുന്ന ഒരു സ്റ്റോക്സ് തന്നെ. ബാങ്കിങ് സ്പേസിൽ നിന്നുള്ള ICICI ബാങ്കിലേക്കാണ് അടുത്തതായിട്ട് വരുന്നത്. കാരണം ICICI ബാങ്കിനെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞൊരു മെയ് മാസം ലാസ്റ്റ് വീക്കിൽ ഒരു പുതിയൊരു ഓൾ ടൈം ഹൈയിലേക്ക് ഉയരാനായിട്ട് ഓഹരികൾക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു, 1471.6 എന്ന നിലയിൽ. എന്നാൽ ഈ ഒരു MPC യോഗത്തിന് ശേഷം, അതായത് വളരെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ളൊരു സെക്ടറാണ് ബാങ്കിങ് എന്ന് പറയുന്നത്, MPC യോഗത്തിന് ശേഷം മറ്റ് ഓഹരികളിലൊക്കെ നമുക്കൊരു അപ്സൈഡ് മൂവ്മെൻറ്റ് റിപ്പോർട്ട് ചെയ്തു. ഇന്നലെ ബാങ്കിങ് സെക്ടറിൽ ഒരു ഓൾ ടൈം ഹൈ ലെവലിലേക്ക് പോയപ്പോൾ പോലും മുഖം തിരിച്ചു നിന്നിരുന്ന, ഈ ഒരു റാലിയിൽ നിന്ന് മുഖം തിരിച്ചു നിന്നൊരു ഓഹരി എന്ന് ICICI ബാങ്കിനെ പൊതുവേ നമുക്ക് വേണമെങ്കിൽ ഇന്നലത്തെ ഒരു ട്രേഡിൽ നിന്ന് പരിശോധിക്കാം. ഇന്ന് നോക്കുകയാണെങ്കിലും 0.94% ഇടിവായിട്ടാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് നിഫ്റ്റി ബാങ്കിനേക്കാളും അണ്ടർ പെർഫോമിംഗ് ആയിട്ടാണ് ഇപ്പോൾ ഈ ഒരു ICICI ബാങ്ക് ഓഹരികൾ ട്രേഡ് ചെയ്ത് വരുന്നത്. ICICI ബാങ്കിന്റെ ഒരു ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ എന്താണ് സർ? പല സമയങ്ങളിൽ ഇതൊരു ലീഡിങ് സ്റ്റോക്കായിട്ടാണ് നമുക്കിത് കാണാൻ കഴിയുന്നത്. അപ്പോൾ ബാങ്ക് ഇൻഡെക്സിന്റെ ഒരു ലീഡിങ് സ്റ്റോക്സ് ആയിരുന്നുകൊണ്ട് കഴിഞ്ഞ മാസങ്ങളിലൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ ലോവർ ലെവലിൽ നിന്ന്, അതായത് എസ്പെഷ്യലി ഏപ്രിൽ, മെയ് ആ സമയങ്ങളിലൊക്കെ വളരെ ലോവറിൽ നിന്ന് കയറി വന്നിരുന്ന, വളരെ എക്സ്പെക്ടേഷൻസോടുകൂടി, വളരെ പോസിറ്റീവ് എക്സ്പെക്ടേഷൻസോടുകൂടി കയറി വന്നിരുന്ന ഒരു സ്റ്റോക്സ് ആണ്. 1300 1450 കഴിഞ്ഞ മാസങ്ങളിൽ കയറി വന്നിരുന്നത്. അപ്പൊ ഈ ഒരു ലെവൽ നോക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു കൺസോൾട്ടേഷൻ ആണ് ഇപ്പൊ കഴിഞ്ഞ ഒരു 2 വീക്സ് ആയിട്ട് നടക്കുന്നത്. ആ ഒരു കൺസോൾട്ടേഷൻ സ്റ്റിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഒരു സൈഡ് വേസിലേക്ക് മാറുന്നതിൽ, അല്ലെങ്കിൽ ഒരു ടോപ്പർ ലെവലിൽ സൈഡ് വേസിലേക്ക് മാറുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പൊ കാണുന്നത്. സോ നമുക്കത് പേഷ്യൻസ് ആയിട്ട് വെയിറ്റ് ചെയ്യുക. 1400, 1380 എന്ന ലെവലിലേക്ക് അത് വരികയാണെങ്കിൽ, അവിടെ നിന്ന് തിരിച്ച് റിക്കവറി വരികയാണെങ്കിൽ മാത്രം ഒരു റീ എൻറ്റർ ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പർ സൈഡിലേക്ക് 1460 എന്ന ലെവലിലാണ് നമുക്ക് റെസിസ്റ്റൻസ് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഒരു സൈഡ് വൈസിലേക്ക് മാറുന്നുണ്ട്. ഒരു 2 വീക്സ് ട്രെൻഡ് അങ്ങനെയാണ്. സപ്പോർട്ട്, വോളിയം സപ്പോർട്ടും ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. സോ വെയിറ്റ് ആൻഡ് വാച്ച് എന്നുള്ള സിറ്റുവേഷൻ ആയിരിക്കും ഇതിന് നല്ലത്.
യെസ്, താങ്ക് യു സോ മച്ച് സാർ. ഏതായാലും അനീസ് സാറായിരുന്നു നമ്മളോടൊപ്പം ഇത്രയും സമയം പങ്കുവച്ചിരുന്നത്. ഏതായാലും അതിനോടൊപ്പം തന്നെ ബാക്ക് ടു മാർക്കറ്റിലേക്ക് എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ടോൺ നിലനിർത്താൻ സൂചിക്ക് സാധിക്കുന്നുണ്ട്. പക്ഷേ ജാസ്മിൻ, ഈ സ്റ്റോക്ക് മാർക്കറ്റ് മാറ്റി നിർത്തികൾ ഒരു പക്ഷേ നമ്മളെപ്പോലെ സ്ത്രീകൾ എന്നും നോക്കുന്ന, പത്രം തുറന്നാൽ ആദ്യം നോക്കുന്നത് ഒരു വാർത്ത എന്ന് പറയുന്നത് സ്വർണ്ണവിലയായിരിക്കും. കാരണം സ്വർണ്ണവില ഇങ്ങനെ റോക്കറ്റ് പോലെ ഉയരുന്നൊരു സമയത്ത് പലപ്പോഴും സാധാരണക്കാരെ സ്ത്രീകളുടെ ഒക്കെ ഒരു നെഞ്ചിടി പേറാറുണ്ട്. ഒരുപക്ഷെ അവരൊക്കെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ നിലയിൽ സാധാരണക്കാരുടെ മനസ്സിലേക്ക് ആദ്യം എത്തുന്നതും ഗോൾഡാണ്. നിലവിൽ ഇപ്പോൾ ഗ്രാമിന് 9,700 രൂപ മറികടന്നുകൊണ്ട് മുന്നേറ്റമാണ്. പക്ഷേ ഈ ഒരു നേട്ടം പല കമ്പനികളും ലാഭമാക്കുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ NBSലാണെങ്കിൽ ഗോൾഡ്, സ്വർണ്ണ, മുത്തു ഓഹരികളൊക്കെ വളരെ ശക്തമായിട്ട് മറികടക്കുന്നുണ്ടായിരുന്നു. യെസ്, അതിനോടൊപ്പം തന്നെ ഈ ജ്വല്ലറിക്കാരും ഇതിന്റെ ഒരു നേട്ടം വലിയ തോതിൽ കൊയ്യുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ട്. ഈ ഒരു നേട്ടം മുന്നിൽ കണ്ടുകൊണ്ടാണ് തോന്നുന്നു പ്രശസ്തമായിട്ടുള്ളൊരു ജ്വല്ലറി ഗ്രൂപ്പുള്ള ലളിത ഗ്രൂപ്പ് ഇപ്പോൾ ഒരു IPO-മായിട്ട് എത്തുന്നുണ്ട് അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ അനില സൂചിപ്പിച്ചതുപോലെ തന്നെ ഗോൾഡ് പ്രൈസിൽ വലിയൊരു മുന്നേറ്റം കാണുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ ഒരു അപ്ഡേറ്റ് പ്രകാരം നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ US ചൈന ടോക്സ് പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ പ്രശ്നങ്ങളിലൊക്കെ തന്നെ ഒരു ഈസ്നെസ് വരാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ഗോൾഡ് ഒന്ന് സപ്രസ് ചെയ്യുന്നതായിട്ട് ആ ഒരു വിലയിൽ ഒരു ചെറിയ ഇടിവ് നമുക്ക് കാണുന്നുണ്ട്. അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഇന്ന് കല്യാൺ ജ്വല്ലേഴ്സിന്റെ ഓഹരികൾ 1% ഇടിവ് രേഖപ്പെടുത്തുന്നു. ടൈറ്റൻ കമ്പനി ഒരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് ടോണിലാണ് വ്യാപാരം മുന്നോട്ട് പോകുന്നത്. തങ്കമയിൽ ജ്വല്ലറി, അഗെയിൻ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു ഗ്രൂപ്പാണ്. തങ്കമയിൽ ജ്വല്ലറിയെ സംബന്ധിച്ചിടത്തോളം ഫ്ലാറ്റ് ടു നെഗറ്റീവ് ടോണിലാണ് വ്യാപാരം മുന്നോട്ട് പോകുന്നത്. ഈ 3 പ്രധാനപ്പെട്ട കമ്പനികളാണ് ഗോൾഡ് ജ്വല്ലറി സെഗ്മെന്റിൽ മാർക്കറ്റിൽ ഉള്ളത് എന്നാണ് നമുക്ക് ഇപ്പോൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിൽ ഇപ്പോൾ അനില സൂചിപ്പിച്ച ഒരു കാര്യം, ഒരു IPO, പുതിയ ഒരു IPO കൂടി മാർക്കറ്റിലേക്ക് വരികയാണ് ഈ ഒരു സെഗ്മെന്റിൽ നിന്നും. എസ്പെഷ്യലി കല്യാൺ ജ്വല്ലേഴ്സും ടൈറ്റനും തങ്കമയിൽ ജ്വല്ലറിയും ഉണ്ടായിരുന്ന ആ ഒരു പ്രധാനപ്പെട്ട ജ്വല്ലറി ബ്രാൻഡിലേക്ക് ഇപ്പോൾ ഒരു കോമ്പറ്റീറ്റർ ആയിട്ട് ലളിത ഗ്രൂപ്പ് വരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പുതിയതായിട്ടുള്ള ഒരു വാർത്ത എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു കമ്പനിയുടെ ഒരു പ്രത്യേകത ഒരു പ്രേക്ഷകരുടെ മുന്നിലേക്ക് വേണ്ടി പങ്കുവയ്ക്കാം. തീർച്ചയായിട്ടും സൗത്ത് ഇന്ത്യയിൽ 56ഓളം ഷോറൂമുകൾ പ്രവർത്തിപ്പിക്കുന്ന ഒരു കമ്പനിയാണ് ലളിത ജ്വല്ലറി എന്നുള്ളതാണ് ഏറ്റവും പുതിയ ഒരു പ്രേക്ഷകർ ഏറ്റവും പുതിയതായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അതിൽ 1,700 കോടി രൂപ ലക്ഷ്യമിട്ടുള്ള ഒരു IPO-യുമായിട്ടാണ് കമ്പനി മുന്നോട്ട് വരുന്നത്. ഇതിനുള്ള DRHP കഴിഞ്ഞ ദിവസം തന്നെ സെബിക്ക് കമ്പനി സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിനുള്ള ഇനി നോഡുകളൊക്കെ തന്നെ ലഭിക്കേണ്ടതുണ്ട്. ഏതായാലും IPO-യിൽ 1,200 കോടി രൂപയുടേതാണ് പുതിയ ഫ്രഷ് ഇഷ്യൂ എന്ന് വേണം കരുതാനായിട്ട്. ബാക്കിയുള്ള 500 കോടി രൂപയാണ് നിലവിലെ ഓഹരി ഉടമയായിട്ടുള്ള കിരൺ കുമാർ ജെയിൻ, കമ്പനിയുടെ CEO ആണ്. പുള്ളിയാണ് അതിന്റെ ഒരു ഓഫർ ഫോർ സെയിലായിട്ട് വരുന്നത്. ശരിക്കും നമ്മുടെയൊക്കെ അവിടെ, ഞാൻ ആക്ച്വലി ഇടുക്കിക്കാരിയാണ്, സോ നമ്മുടെ അവിടെ കൂടുതലായിട്ടും തമിഴ് ചാനലുകളൊക്കെ തന്നെ ഇൻഫ്ലുവൻസ് ഉണ്ട്, ഒരു ഫോളോ ചെയ്യുന്ന ഒരു രീതിയുണ്ട് അവിടെ ഈ പറയുന്ന സൺ TV, KTVയുടെ ഒക്കെ ഒരു പശ്ചാത്തലത്തിൽ ആഡുകൾ വരുന്ന സമയത്ത് ഈ ലളിത ജ്വല്ലറിയുടെ ആഡ് നമ്മൾ സ്ഥിരമായിട്ട് കാണാറുണ്ടായിരുന്നു. അതിൽ ഈ പറയുന്ന കിരൺ കുമാർ ജെയിൻ തന്നെയാണ് അതിന്റെ ഒരു വലിയ ഒരു മുഖമായിട്ട്, ഒരു ഫേസ് ആയിട്ട് ആ ഒരു ആഡിലൊക്കെ തന്നെ വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനി കൂടിയാണ് ലളിത ജ്വല്ലറി എന്ന് പറയുന്നത്. ഏതായാലും IPO-യുടെ ഡീറ്റെയിൽസും ഒക്കെ തന്നെ ഇനി കമ്പനിക്ക് അതിന്റെ നോഡ് ലഭിച്ചതിന് ശേഷമായിരിക്കും കൂടുതൽ കാര്യങ്ങളിലേക്കൊക്കെ പോകേണ്ടതുണ്ട്. ഇനി അനില, നമ്മൾ ഇപ്പോൾ അനീഷ് സാറിന്റെ അടുത്ത് ചോദിച്ച ഒരു ചോദ്യം ഉണ്ടായിരുന്നു, സീ എന്റർടൈൻമെന്റിന്റെ കാര്യം. ആക്ച്വലി സീ ഇന്ന് വലിയൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ടല്ലോ. ഏതാണ്ട് സീയുടെ ഓഹരികളിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് 3% കൂടുതൽ ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നിലവിലത്തെ ഒരു നേട്ടം എന്ന് പറയുന്നത് 3.25 എന്നുള്ളതാണ്. 131 രൂപ 56 പൈസ എന്നുള്ള ഒരു നിലവാരത്തിലാണ് സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഈ സീയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രേക്ഷകർക്കൊക്കെ അറിയാവുന്നതുപോലെ തന്നെ സോണിയുമായിട്ടുള്ള ഒരു മെർജർ നടന്നില്ല. അതിനപ്പുറത്തേക്ക് ധാരാളം കോർപ്പറേറ്റ് ആക്ഷന് സാക്ഷ്യം വഹിച്ച ഒരു കമ്പനിയാണ്. ഇതിന്റെ ഒരു സ്റ്റോക്ക് ഡീറ്റെയിൽസ് നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിലും 2024 ജൂൺ 13 168 രൂപ എന്നുള്ളൊരു 52 വീക്ക് ഹൈ ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ പല വിധത്തിലുള്ള മാർഗങ്ങളും കമ്പനി ഒരു ഒരു പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചെത്താനുള്ള ഒരു മാർഗങ്ങൾ ആരായുകയാണ് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്, ഇപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ മൈക്രോ ഡ്രാമ ആപ്പ് പുറത്തിറങ്ങുന്നതിനായിട്ട് സ്റ്റാർട്ടപ്പ് ബുള്ളറ്റുമായിട്ട് ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെടുകയാണ് സീ എന്റർടൈൻമെന്റ് എന്നുള്ളതാണ് ഇന്നത്തെ ഒരു സ്റ്റോക്ക് മൂവ്മെന്റിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ബുള്ളറ്റിന്റെ ഓഹരികൾ സീ എന്റർടൈൻമെന്റ് ഏറ്റെടുക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിന്റെ ഒരു ഓഹരി മൂല്യവും അത് നിക്ഷേപിക്കുന്ന തുകയും സംബന്ധിച്ച കാര്യങ്ങളൊന്നും തന്നെ ഇതുവരെ എത്തിയിട്ടില്ല. അത് നമ്മൾ എത്തുന്ന ആ ഒരു സാഹചര്യത്തിൽ പ്രേക്ഷകരുമായിട്ട് തീർച്ചയായിട്ടും പങ്കുവയ്ക്കുന്നതുമായിരിക്കും. ഈ മൈക്രോ ഡ്രാമ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു ചെറിയ ഷോർട്ട് ക്ലിപ്പിംഗ്സ് ആണ്, ഷോർട്ട് വീഡിയോസ് ആണ്. സോ ആ ഒരു മേഖലകളിലേക്ക് കൂടി എത്തുന്നതോടുകൂടി തന്നെ
ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ, ഒരു വൈഡ് റേഞ്ച് ഓഫ് ഓഡിയൻസിലേക്ക് എത്തുന്നതിനായിട്ടാണ് സീ ഇക്കോസിസ്റ്റത്തിലേക്ക് പ്രവർത്തിക്കാനായിട്ട് ഈ ഒരു കമ്പനിയുമായിട്ട് ജോയിന്റ് വെഞ്ചറിലേക്ക് എത്തുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ആ ഒരു കണ്ടന്റ് ആൻഡ് ടെക്നോളജി പവർ ഹൗസ് ആയിട്ട് മാറാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് സീ എന്റർടൈൻമെന്റും ഈ പറയുന്ന ബുള്ളറ്റും എന്ന് പറയുന്നത്. സോ അത്തരത്തിൽ പലവിധ കാര്യങ്ങളിലേക്ക് കൂടി കമ്പനി കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട്, പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈ ചെയ്തുകൊണ്ട്, ബിസിനസ് ഡൈവേഴ്സിഫൈ ചെയ്തുകൊണ്ട് അവരുടെ ഒരു പഴയകാല പ്രതാപത്തിലേക്ക് സീ തിരിച്ചെത്തിയേക്കാം എന്നാണ് നമുക്ക് പറയാൻ പറ്റുക. തീർച്ചയായിട്ടും അതിൽ ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം ഈ പറയുന്നത് പോലെ പ്രേക്ഷകർക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കുകയില്ല. എനിക്ക് തോന്നുന്നു ജാസ്മിൻ, ഈ ഒരു മാറ്റം വളരെ നിർണായകമാണ്. ഒരു പോപ്പുലേഷൻ ഏറ്റവും കൂടുതൽ യങ്സ്റ്റേഴ്സ് ഉള്ള ഒരു രാജ്യമാണ്, റീലിന് ഭയങ്കര പോപ്പുലാരിറ്റി കിട്ടുന്ന രാജ്യമാണ്. അവിടേക്കാണ് ഷോർട്ട് ടൈമിൽ വീഡിയോസ് കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമുമായിട്ട് സീ വരിക എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ആ പണ്ടത്തെ കുറവുകളൊക്കെ പരിഹരിച്ചുകൊണ്ട് കമ്പനി അതിന്റെ ഒരു റോയൽ തിരിച്ചുവരവ് തന്നെ നടത്തുവാണെന്ന് തോന്നുന്നു. അതെ, പുനീത് ഗോയങ്കയൊക്കെ തന്നെ പടിയിറങ്ങിയ സമയത്ത് വളരെയധികം അനിശ്ചിതാവസ്ഥ നിലനിന്നിരുന്നു. പക്ഷേ അത് സ്റ്റോക്ക് വളരെ പോസിറ്റീവായിട്ട് എടുത്തുകൊണ്ട് ആ സമയത്ത് വളരെയധികം ഒരു മുന്നേറ്റം സ്റ്റോക്ക് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ആ ഒരു രീതിയിലേക്ക് തന്നെ സ്റ്റോക്ക് വരട്ടെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഒത്തുചേർന്ന് സ്റ്റോക്കിലും കമ്പനിയുടെ ഫൈനാൻഷ്യലിലും അത് കാര്യമായിട്ടുള്ള ഒരു മുന്നേറ്റം ആവട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും ഇന്നത്തെ നമ്മുടെ ഓപ്പണിംഗ് അവറിന്റെ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന്റെ സമയമായിരിക്കുകയാണ്. കൂടുതൽ അപ്ഡേറ്റ്സും അനാലിസിസും ഒക്കെ ആയിട്ട്, എക്സ്പെർട്ട് ഒപ്പീനിയനും ഒക്കെ ആയിട്ട് നമ്മൾ അടുത്ത ദിവസം വീണ്ടും പ്രേക്ഷകരുമായിട്ട് ചേരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്.